നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് ചിത്രയാണ്. അതെ, നമ്മൾ ഈ ഓണ ദിവസങ്ങളിലേക്ക് കിടക്കുകയാണ്. ഓണത്തിന്റെ ഒരു സന്തോഷവും ഒക്കെ നമുക്കറിയാം. നമ്മളൊരു വലിയ ദുരന്തത്തെ നേരിട്ട സമയത്താണെങ്കിൽ പോലും എങ്കിലും ഓണമല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മൾ ടാഗ് ലൈൻ അങ്ങനെ തന്നെ ആക്കേണ്ടി വരും. കാരണം ഓരോരുത്തരുടെയും വലിയ പ്രതീക്ഷയുള്ള ദിവസങ്ങളാണ് ഓണം എന്ന് പറയുന്നത്. നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള അതിജീവനത്തിന്റെ നേരത്തെ എൽദോ പറഞ്ഞതുപോലെ എങ്കിലും പൊന്നോണമല്ലേ അല്ലെ, ഓണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ എന്തൊക്കെയാണ് വാർത്തകൾ ഇന്ന്? ഒരുപാട് വാർത്തകൾ. അതായത് ഈ പ്രധാനമായും CPM-ന്റെ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നപ്പോൾ അതിൽ നിർണായകമായിട്ട് തീരുമാനങ്ങൾ പ്രതീക്ഷിച്ചു. പി ശശിക്കെതിരെ അതുണ്ടായില്ല, പക്ഷെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഈ മാത്രമല്ല ഇന്നലെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള സുജിത് ദാസിനെതിരെ ഒരു ബലാത്സംഗ കേസ് അല്ലേ. പക്ഷെ അതിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്, കൂടുതൽ ബന്ധങ്ങളൊക്കെ. മാത്രമല്ല നമ്മൾ ഇന്നലെ ഈ ഇടനിലക്കാരനല്ല ഷാജ് കിരണിന്റെ ഒരു വെളിപ്പെടുത്തൽ, അദ്ദേഹത്തിന്റെ ഈ ADGP-യുമായുള്ള ചാറ്റ്, ADGP-ക്കൊക്കെ എങ്ങനെയാണ് ഇത്രമാത്രം ഒരു ആളുമായിട്ട് സംസാരിക്കാൻ കഴിയുക? നമുക്ക് പല സംശയങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ആ സംശയങ്ങളെ ദൂരീകരിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിലെ പരാതിക്കാരുടെയൊക്കെ പരാതി എത്രത്തോളം കൃത്യമാണ്, സത്യമാണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. എങ്കിലും ഓരോ വെളിപ്പെടുത്തലും ഞെട്ടിക്കുന്നതാണ് അല്ലേ. അപ്പൊ ആ വെളിപ്പെടുത്തലുകൾ നടത്തി ഏറ്റവും കൂടുതൽ നമ്മളെ ഞെട്ടിച്ചത് PV അൻവർ ആണ് കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ ആ വെളിപ്പെടുത്തൽ അത് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകുകയാണ് ഇന്ന് അൻവർ എന്നുള്ളത് തന്നെയാണ്. ആ വാർത്തയെ സംബന്ധിച്ചിടത്തോളം മറ്റ് നിരവധി ഓണവിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. ഒരു അതിഥി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള, നമുക്ക് വളരെ പോസിറ്റിവിറ്റി തരുന്ന ഒരു അതിഥി നമുക്കൊപ്പം ചേരും. അപ്പൊ അങ്ങനെ നിരവധി വാർത്തകളുള്ള ദിവസത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മോർണിംഗ് വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയിൽ PV അൻവർ MLA-യുടെ മൊഴി ഇന്നെടുക്കും. തൃശൂർ DIG ആണ് മൊഴിയെടുക്കുന്നത്. അതേസമയം വീട്ടമ്മയെ ബലാത്സംഗം ചെയ്ത കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ മലപ്പുറം SP-ക്ക് പരാതി നൽകി. മുട്ടിൽ മരംമുറി കേസിലെ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് സ്ത്രീയെ കൊണ്ട് വ്യാജ ആരോപണം ഉന്നയിപ്പിച്ചതെന്നും പരാതിയിൽ പറയുന്നു. ഗൂഢാലോചന അന്വേഷിക്കണമെന്നും പരാതിയിൽ ഉണ്ട്. വിവരങ്ങളുമായി CV അനുമോദാണ് നമുക്കൊപ്പം ചേരുന്നത്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. PV അൻവർ MLA മൊഴി ഇന്ന് നൽകുകയാണ്. എന്തായാലും ആ മൊഴിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇത് ഔദ്യോഗികമായ ഒരു മൊഴിയെടുക്കലാകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? എപ്പോഴാകും അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുക? ഗുഡ് മോർണിംഗ് എൽദോ, ഗുഡ് മോർണിംഗ് അശ്വതി. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മലപ്പുറത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു വിഷയവും PV അൻവർ MLA-യുടെ ഈ മൊഴി എടുക്കൽ നടപടികൾ തന്നെയാണ്. നമുക്കറിയാം അദ്ദേഹം ഉന്നയിച്ചത് വലിയ ആക്ഷേപങ്ങളാണ്, ആരോപണങ്ങളാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ മൊഴി എടുക്കുന്ന നടപടി, അത് കഴിഞ്ഞ ദിവസം തന്നെ തൃശ്ശൂർ DIG അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം സമയം നീട്ടി ചോദിച്ച് ഇന്ന് മൊഴി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. അതിന് മുന്നോടിയായി അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ മാധ്യമപ്രവർത്തകരുമായി പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും മൊഴിയിലും നൽകുക എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതിൽ ഒന്നാണ് ഇടമണ്ണ റിദാൻ ബേസിൽ വധത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രതിയെ പിടികൂടിയതിലെ സംശയം. അതേപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ പിന്നെ കാരണങ്ങൾ ഇതെല്ലാം തന്നെ അദ്ദേഹം പങ്കുവച്ചു. ഒപ്പം തന്നെ മരമുറി കേസിൽ അദ്ദേഹം നൽകിയ പരാതിയുടെ വിശദാംശങ്ങളും അദ്ദേഹം തൃശ്ശൂർ റേഞ്ച് DIG-യുമായി പങ്കുവയ്ക്കുമെന്നാണ്, അദ്ദേഹം മൊഴി നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, കഴിഞ്ഞ ദിവസം SP-ക്കും DYSP-ക്കും CI-ക്കുമെതിരെ പരാതി ഉന്നയിച്ച പൊന്നാനിയിലെ വീട്ടമ്മയുടെ ആ വാർത്തയുടെ തുടർ ചലനങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് താനൂർ DYSP VV ബെന്നി, മുട്ടിൽ മരംമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ VV ബെന്നി ഇത് സംബന്ധിച്ച് SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. മുട്ടിൽ മരംമുറി കേസിൻ്റെ കുറ്റപത്രം നൽകുന്നത് വൈകിക്കുവാനും തന്നെ സമ്മർദ്ദപ്പെടുത്തുവാനും സ്വകാര്യ ചാനൽ ഉടമകൾ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം SP-ക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദത്തിലാക്കി ഈ ഒരു കേസിൻ്റെ അന്വേഷണം വഴിതിരിച്ചുവിടാനും അതിൽ മറ്റ് തരത്തിലുള്ള ഇടപെടൽ നടത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ആക്ഷേപമെന്ന ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയാണ് VV ബെന്നി SP-ക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പൊന്നാനി CI ആയിരുന്ന വിനോദ് വലിയാറ്റൂരും സമാനമായ തരത്തിൽ തന്നെ അപകീർത്തിപ്പെടുന്ന തരത്തിലേക്കുള്ള ഈ വാർത്തകൾ ഉണ്ടായതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അതുപോലെ നിയമപരമായിട്ടുള്ള മാനഹാനിക്കടക്കമുള്ള കേസുകളും ഫയൽ ചെയ്യാൻ ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നലത്തെ തുടർച്ചയായിട്ട് ഒരുപാട് നടപടികൾ ഇന്നുണ്ടാകും
എന്ന ഉറപ്പാണ്. PV അൻവർ MLA എപ്പോഴാണ് മൊഴി നൽകുക, എപ്പോഴായിരിക്കും ഈ നടപടി എന്ന് വ്യക്തമാക്കിയിട്ടില്ല. എവിടെ വെച്ചാകും എന്നും വ്യക്തമാക്കിയിട്ടില്ല. ഈ മൊഴി നൽകി കഴിഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണും എന്നാണ് അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിന് അവസാനം വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഇന്നും ഈ ഒരു SP ഓഫീസിലേക്കുള്ള പ്രതിഷേധങ്ങൾ മലപ്പുറത്തുണ്ട്. വിവിധ സംഘടനകൾ SP ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവ ബഹുലമായ ഒരു ദിവസമായിരിക്കും മലപ്പുറത്ത് ഇന്നും എന്ന് വേണം കരുതാൻ. അതാണെങ്കിലും വരും മണിക്കൂറുകളിൽ നമുക്ക് ഈ മൊഴിയെടുക്കലിൻ്റെയും അതുപോലെ തന്നെ ഇന്നലത്തെ വാർത്തയുടെ തുടർചലനങ്ങളുടെയും വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും. അനുമതി ഉറപ്പായിട്ട് ഈ ബലാത്സംഗ കേസ് ഇന്നലെ വലിയ തോതിൽ ചർച്ചയായതാണ്, ആ സ്ത്രീയുടെ ആരോപണമൊക്കെ. പക്ഷേ ആ സ്ത്രീ സ്ഥിരമായിട്ട് പരാതി നൽകുന്ന ആളാണെന്നൊക്കെ പോലീസ് തന്നെ ഉന്നയിക്കുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് പിന്നീട് വിശ്വാസത്തിലെടുക്കുകയോ അല്ലെങ്കിൽ തെളിയട്ടെ. അതിനപ്പുറത്തേക്ക് ഈ PV അൻവർ എങ്ങനെ ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്നത്. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തുകയുണ്ടായി. അദ്ദേഹം പൊന്നാനിയിൽ പോയിരുന്നു. പൊന്നാനിയിലെ പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് ഈ സ്ത്രീ മൊഴി നൽകിയിട്ട് ചാനൽ പ്രവർത്തകരോട് സംസാരിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തൻ്റെ സാന്നിധ്യത്തിൽ എന്ന് പരോക്ഷമായിട്ട് അദ്ദേഹം പറയുകയാണ്. അത് ഒരു വാലിഡ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച അതേ കാര്യത്തിലേക്കാണ് വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ADGPക്കും മുൻ SP സുജിത് ദാസിനും ഒക്കെ എതിരെ, പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ താൻ നടത്തുന്ന പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെന്ന് അവകാശപ്പെട്ട് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ, അദ്ദേഹം പുറത്തുവിട്ട തെളിവുകൾ, ഇതിൻ്റെയൊക്കെ തുടർച്ചയായി എന്ന തരത്തിൽ ഈ പൊന്നാനിയിലെ വീട്ടമ്മയുടെ ബലാത്സംഗ ആക്ഷേപം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന തരത്തിൽ ഒരു വാർത്ത അവതരിപ്പിക്കലായിരുന്നു ഈ PV അൻവറിലൂടെ ഇവർ ലക്ഷ്യമിട്ടത് എന്ന് വേണം കരുതുവാൻ, പ്രാഥമികമായിട്ട് കരുതുവാൻ. അൻവർ തന്നെ തൻ്റെ സാന്നിധ്യത്തിലാണ് അവർ മൊഴി നൽകിയത് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഈ ഉയർന്ന ആരോപണങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വാസ്യത നൽകുന്നതാണ്. കാരണം മുൻപ് അൻവർ നടത്തിയ ആ ആരോപണങ്ങൾ പൊതുജനം സ്വീകരിച്ചതും വിശ്വസിച്ചതുമൊക്കെ അതിൽ അദ്ദേഹം പറഞ്ഞതിൽ കുറേ വസ്തുതകളുണ്ട് എന്ന ധാരണ അടിസ്ഥാനത്തിൽ, അത് വസ്തുതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷണം തെളിയട്ടെ, നമ്മളതിനെക്കുറിച്ച് പറയാൻ ഇപ്പോൾ കഴിയുകയില്ല. പക്ഷെ അതിൻ്റെ തുടർച്ചയായിട്ടെന്ന വണ്ണം ഈ ഒരു മുട്ടൽ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ VV ബെന്നിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും ബെന്നി ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെയൊക്കെ പറയുമ്പോഴും അതിൽ VV ബെന്നിക്കെതിരെ പ്രത്യക്ഷമായിട്ടുള്ളൊരു ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. അവിടേക്കാണ് ബെന്നിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആരോപണം വരുന്നതും. സുജിത് ദാസും വിനോദ് വലിയാറ്റൂരും ബെന്നിയും ഈ 3 ഉദ്യോഗസ്ഥരും അത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തു എന്ന തരത്തിലേക്കുള്ളൊരു ആക്ഷേപം വരുന്നതും ആരോപണം വരുന്നതും അതിനെ PV അൻവർ MLA സാധൂകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ അന്വേഷിച്ച് തെളിയട്ടെ. പക്ഷേ അവരുടെ ആക്ഷേപം വളരെ ഗൗരവതരമാണ്. അത് പൊന്നാനിയിലെ പൊതുപ്രവർത്തന സാന്നിധ്യത്തിലാണ് മൊഴി നൽകിയിരിക്കുന്നതെന്ന് കൂടി പറയുമ്പോൾ അങ്ങനെ ഒരു കൃത്യമായ ആലോചന, ഒരു ഗൂഢാലോചന നമ്മൾ SP സുജിത് ദാസും അതുപോലെ തന്നെ VV ബെന്നിയൊക്കെ ആരോപിക്കുന്നത് ഒരു ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാനാകില്ല. പക്ഷേ അൻവറിൻ്റെ സാന്നിധ്യം, അൻവർ വാർത്താ സമ്മേളനത്തിൽ നൽകിയ വിശദാംശങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ അത്തരത്തിലൊരു ചർച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ആണിത് നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമാണ്. പുറത്ത് വന്നിടത്തോളം ഈ ഒരു വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ടും നിയമപരമായിട്ട് ഇതിനെ നേരിടും. മാനഹാനിക്ക് കേസ് നൽകുകയും ചെയ്യും. കാരണം മറ്റ് ആരോപണങ്ങൾ പോലെയല്ല, അത് കുടുംബജീവിതത്തെ കൂടി വ്യക്തിപരമായിട്ട് കൂടി തകർക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആക്ഷേപമാണ്, ആരോപണമാണ് എന്നാണ് അവർ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് വളരെ ഗുരുതരമായിട്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും കാണുന്നത്. മറ്റു വിഷയങ്ങളിലൊക്കെ പോലീസുകാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന സേനയ്ക്കുള്ളിലെ പലർ പോലും ഈ വിഷയത്തിൽ അങ്ങനെ ആയിരിക്കില്ല എന്ന അഭിപ്രായമാണ് വ്യക്തിപരമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. ഉറപ്പായിട്ടും അത്തരത്തിലാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അനുമോദ് ഒരു കാര്യം കൂടി, അതായത് പോലീസ് നിയമപരമായി നേരിടുമെന്ന് ഇന്നലെ VV ബെന്നി നമ്മോട് പറഞ്ഞിരുന്നു. മാത്രമല്ല മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും അതിൽ ഈ വിഷയത്തിൽ ഈ സ്ത്രീയുടെ ആരോപണത്തിൽ കൃത്യമായിട്ട് നിയമപരമായി നേരിടാനാണ് അവരുടെ ആലോചന. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സ്ത്രീ ആരോപണം ഉന്നയിച്ചു, അത് നേരത്തെ അന്വേഷിച്ചാണ് പറയുമ്പോൾ പോലും വീണ്ടും ആരോപണമായി രംഗത്തെത്തുന്ന സാഹചര്യത്തിൽ ഈ പോലീസുകാർക്കെതിരെ അത്തരത്തിലൊരു അന്വേഷണ സാധ്യതയുണ്ടോ? പോലീസുകാർക്കെതിരെ ഈ സ്ത്രീ ഉന്നയിച്ച ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പുനരന്വേഷണ സാധ്യത എന്തെങ്കിലും ഉണ്ടാകും?
ഈ വിഷയത്തിൽ ഈ പരാതി ആക്ഷേപം ഉന്നയിച്ചവർ DGPക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി മെയിലായിട്ട് അയച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ തെളിവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുകയില്ല. നമ്മളെ സംബന്ധിച്ച് ഈ വിഷയം അന്വേഷിക്കുമ്പോൾ അത്തരത്തിലൊരു തെളിവ് നമ്മളെ മുമ്പിൽ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതായത് ആരോപണം മാത്രമായിട്ട് നിൽക്കുകയാണ്. പരാതിയായിട്ട് ഔദ്യോഗികമായിട്ട് എവിടെയും എത്തിയിട്ടില്ല എന്നാണ് ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അവർ അവകാശപ്പെടുന്നത് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തു എന്നാണ്. ആ കൊടുത്തതിന് സ്ഥിരീകരണം നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ആ ഇമെയിലിൻ്റെ കോപ്പിയോ മറ്റോ നമുക്ക് കൈമാറുകയോ അത്തരത്തിൽ പങ്കുവെക്കുകയോ ചെയ്തിട്ടില്ല. അവരങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ അൻവർ തന്നെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പുറത്തുവിട്ടു. അതിലൊരു 8-9 പോയിന്റുകളുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലുള്ള ഈ പ്രഥമ ദൃഷ്ട്യാ അന്വേഷിക്കുന്ന ഈ വിഷയങ്ങളിലൊന്നും ഈ ഒരു പരാതി ഉൾപ്പെട്ടിട്ടില്ല. ഇതൊരു പക്ഷേ പോലീസുകാരുടെ പരാതിയിലായിരിക്കാം ഈ വിഷയത്തിൽ അന്വേഷണം വരിക. പക്ഷേ പരാതി ആരോപണമായിട്ട് പറയുന്നത് കൊണ്ട് മാത്രം ഒരു പക്ഷേ നിയമപരമായിട്ട് അതിൽ നടപടികൾ ഉണ്ടാകണമെന്നില്ല. അതിൽ കൃത്യമായ രേഖാമൂലമുള്ള പരാതി, മൊഴി, ഇതൊക്കെ ഒരു കേസ് അന്വേഷിക്കുന്നത്, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഗുരുതരമായ ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ വളരെ നിർണായകമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരാതി നൽകുവാനും അത് പരാതി നൽകിയെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുവാനും ഉള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതും നമ്മൾ ഇന്ന് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് കണ്ടറിയേണ്ടതുമാണ്. ശരി, എന്തായാലും അനുമോദ എല്ലാവിധ ആശംസകളും. അവിടെ നിന്നാണ് ഈ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? വലിയൊരു വാർത്തയുടെ കുത്തൊഴുക്ക് അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഓണദിനങ്ങളൊക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറയേണ്ടത് അൻവർ ലക്ഷ്യം വെച്ചത് പി ശശി ആണെന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ വ്യക്തമായിരുന്നു. 1-2 ദിവസത്തിനുള്ളിൽ ഇത് ആരെയാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നമുക്കത് വ്യക്തമായി. അതിനൊരു ആയുധമായിരുന്നു MR അജിത് കുമാർ എന്ന രീതിയിലുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമായി. അതെ, അജിത് കുമാർ. അപ്പൊ അങ്ങനെയെങ്കിൽ പി ശശിക്കെതിരെ നടപടി ഉണ്ടാകുമോ, CPM-ന്റെ നടപടി ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ചോദിച്ചൊരു ചോദ്യമാണ്. നടപടി ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഉടനില്ലെങ്കിലും ശശിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അൻവറിന്റെ ആരോപണത്തിന്റെ പേരിൽ മാത്രം നടപടി സ്വീകരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി പോലീസ് അന്വേഷണത്തിൽ ശശിക്കെതിരെ തെളിവ് ലഭിച്ചാൽ പാർട്ടിയും അന്വേഷിക്കും എന്ന സൂചന നൽകുന്നുമുണ്ട്. ശശിയുടെ പേരുൾപ്പെടുത്തി പരാതി നൽകുമെന്ന് അൻവർ കൂടി പറഞ്ഞതോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യം കൂടുതൽ പരുങ്ങലാവുകയാണ്. സ്വതന്ത്ര MLA പരാതി പറഞ്ഞതുകൊണ്ട് മാത്രം സംസ്ഥാന സമിതി അംഗത്തിനെതിരെ നടപടിയെടുക്കില്ല. പക്ഷേ MLAയുടെ പരാതി പൂർണ്ണമായും തള്ളിക്കളയുന്നുമില്ല CPM. അൻവറിന്റെ പരാതി സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുന്നുണ്ട്. ശശിയുടെ ഇടപെടൽ സംബന്ധിച്ച തെളിവുകളും ഈ അന്വേഷണത്തിൽ ലഭിക്കാനിടയുണ്ട്. അങ്ങനെ വന്നാൽ ശശിയുടെ കാര്യം പാർട്ടി വീണ്ടും പരിശോധിക്കും. തെറ്റുബോധ്യപ്പെട്ടാൽ നടപടിയുമുണ്ടാകും. ശശിക്കെതിരെ നടപടിയെടുക്കാൻ വഴി തുറന്നിട്ടാണ് ഇപ്പോൾ നടപടി ആവശ്യമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞുവെച്ചത്. എഴുതി തന്നിട്ടുള്ള പരാതിയിലൊന്നും ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അദ്ദേഹം എഴുതി തന്നിട്ടില്ല. പറയുമ്പോഴും TVയിലൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞിരിക്കുകയാണ്. ആ പറഞ്ഞതിന്റെ അകത്ത് ഇന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. TVയിൽ പറയുമ്പോൾ പറയുന്ന രീതിയിൽ വൈകായിട്ട് പറയുകയല്ലാതെ കോൺക്രീറ്റ് ആയിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന രീതിയിലൊന്നും പാർട്ടിയോട് ശശിയെ പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശശിയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അല്ല, അത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. അതിലെന്തെങ്കിലും കാര്യം കൃത്യമായിട്ട് പറയട്ടെ. അന്നേരം നോക്കാം. അൻവർ മാത്രമല്ല, അൻവർ അല്ലെങ്കിലും ആരായാലും XOR Y ആര് പരാതി പാർട്ടിയുടെ കേഡർമാരെ സംബന്ധിച്ച് പരാതി ഉന്നയിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പരാതി ഞങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ഒരു മാറ്റവും ഞങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ PV അൻവറും പാർട്ടി സെക്രട്ടറിയിൽ വിശ്വാസമർപ്പിക്കുന്നു. അല്ല, മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തതിലും ബി ശശിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രട്ടറിയെ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പരാതിയാണ് സെക്രട്ടറി അത് അന്ന് പറഞ്ഞാണല്ലോ. ശശിക്കെതിരെ തിരക്കിട്ട് നടപടിയെടുത്തില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംശയമുനയിൽ നിർത്തുകയാണ് CPM നേതൃത്വം. ശശിയുടെ ഇടപാടുകളിൽ പാർട്ടിക്ക് സംശയങ്ങളുണ്ട്. നടപടികളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടുമെങ്കിലും പാർട്ടി സമ്മേളനങ്ങളിൽ ശശി വിചാരണ ചെയ്യപ്പെടും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശനം കാത്തിരിക്കുന്ന ശശിയുടെ സാധ്യതകൾക്ക് മുന്നിലും ആരോപണങ്ങൾ ചോദ്യചിഹ്നമാകും. ശശി വിരുദ്ധരുടെ ലക്ഷ്യവും അതുതന്നെ. ന്യൂസ് 18 തിരുവനന്തപുരം.
പി ശശിക്കെതിരെ നിർണായകമായിട്ടുള്ള ഒരു നടപടിക്കുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ ആരോപണത്തിന്റെ പേരിൽ മാത്രം നടപടി സ്വീകരിക്കേണ്ട എന്നുള്ളതാണ്. അതിൽ ആ അന്വേഷണം വളരെ നിർണായകമാണ് എന്നുള്ളതാണ്. അങ്ങനെ അന്വേഷണം വന്നാൽ തന്നെ പെട്ടെന്നുള്ളൊരു നടപടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസം അരുൺ സംസാരിച്ചതുപോലെ ഇ പി ജയരാജനെ ഇടത് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പെട്ടെന്നായിരുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരുന്നു. അതുകൊണ്ട് പാർട്ടി അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ അപ്രതീക്ഷിതമായ നടപടികൾ ഉണ്ടായ സാഹചര്യത്തിൽ പി ശശിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒപ്പം അൻവർ മാത്രമല്ല ഇത് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അൻവർ പറഞ്ഞതുപോലെ എത്രയോ CPM-കാർക്ക് വേണ്ടി, എത്രയോ പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പോരാടുന്നത് എന്നാണ് അൻവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഉടൻ ഇല്ലെങ്കിലും നടപടി ഉണ്ടാകും. ഉടൻ ഉണ്ടാകുന്ന കാര്യം ചോദിച്ചപ്പോഴും അൻവറിന് മറുപടി ഉണ്ടായിരുന്നു. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള സമയമുണ്ട്, പാർട്ടി അതിന്റെ സമയമെടുത്ത് നടത്തും. എനിക്ക് പാർട്ടിയിൽ വിശ്വാസമുണ്ട്, മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉറപ്പായും എന്നാലും ഉടൻ ഇല്ലെങ്കിലും പി ശശിക്ക് നടപടി ഉണ്ടാകുമെന്നുള്ള വിവരം സൂചനയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. BV അരുണിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ പി ശശി CPM-ൽ അത്ര കരുത്തുറ്റ നേതാവാണെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ശക്തനായിട്ടുള്ള സാന്നിധ്യമാണ് എങ്കിൽ പോലും ശശിക്കെതിരെ നടപടിയെടുക്കാൻ നിർബന്ധിതരാവുകയാണ് CPM. LDF കൺവീനർ പി അൻവറിന്റെ പരസ്യ പ്രഖ്യാപനങ്ങളിൽ, പ്രസ്താവനകളിൽ അതൃപ്തി വ്യക്തമാക്കുമ്പോൾ പോലും ഇതിനിടയിൽ ചേർത്ത് പിടിക്കുന്നുണ്ട് അൻവറിനെ. അപ്പോൾ ഉറപ്പായും ഈ പൊതുജനങ്ങളുടെ, സാധാരണ പ്രവർത്തകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു കടമയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. എൽദോ RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചിരിക്കുകയാണ് ADGP. ദത്താത്രേയ ഹൊസബല്ലയെ കണ്ടുവെന്ന് MR അജിത് കുമാർ സമ്മതിച്ചു. സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നാണ് വിശദീകരണം. വിനോദാണ് വിവരങ്ങൾ വായിച്ചിരുന്നത്. വിനോദ്, വളരെ നിർണായക, ഈ ഘട്ടത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹത്തിൻ്റെത്, അല്ലെങ്കിൽ കുറ്റസമ്മതമാണ് എന്നൊക്കെ നമുക്ക് പറയാം. ദത്താത്രേയെ കണ്ടത് എന്തിനാ എന്നുള്ള ചോദ്യം അവർ ബാക്കി നിൽക്കട്ടെ. എപ്പോഴാണ് കണ്ടത്, എന്തിനു വേണ്ടിയാണ് കണ്ടത് എന്നൊക്കെ ഉള്ളതാണ് വളരെ പ്രധാനം. എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? അത്യന്തം ഗുരുതരമായ ഒരു ആരോപണമായാണ് ഇത് ഉയർന്നു വന്നത്. ദത്താത്രേയ ഹൊസബല്ലയെ കണ്ടത് RSS-ഉമായുള്ള CPM ബന്ധം, അതിന്റെ ദല്ലാളായി ADGP കാണുകയായിരുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. മാത്രമല്ല തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം, തൃശൂർ പൂരം കലക്കിയത് പോലും ഈ ഒരു കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണെന്ന ഗുരുതരമായ ആരോപണം. ആദ്യം ഈ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയും ഇത് നിഷേധിക്കുകയാണെങ്കിൽ താൻ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാമെന്ന് പറയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ ദിവസം ആണ് ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇക്കാര്യം അറിയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇക്കാര്യം തിരക്കിയപ്പോഴാണ് ADGP MR അജിത് കുമാർ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്ന കാര്യം പറയുന്നത്. അദ്ദേഹം അങ്ങനെ കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് പറയുന്നില്ല. മാത്രമല്ല അതൊരു സ്വകാര്യ സന്ദർശനമായിരുന്നു, മറ്റ് താല്പര്യങ്ങൾ ലക്ഷ്യം വെച്ചല്ല അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. തീർത്തും സ്വകാര്യമായ ഒരു കൂടിക്കാഴ്ച ആയിരുന്നു എന്ന കാര്യമാണ് ADGP MR അജിത് കുമാർ പറയുന്നത്. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് തന്നെ ആരോപിച്ചത് തിരുവനന്തപുരത്തെ ഒരു RSS നേതാവാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത് എന്ന നിലയ്ക്കാണ്. ഇതെല്ലാം തന്നെ പ്രതിപക്ഷം വലിയ ആരോപണമായി കൊണ്ടുവരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അന്വേഷണം എന്തുകൊണ്ട് SFIയുടെ അന്വേഷണം ഉൾപ്പെടെ നിലച്ചു, കൂടുതൽ നടപടികളിലേക്ക് പോകുന്നില്ല? തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയമുണ്ടായി, അതിനുശേഷം ഈ നേരത്തെ കേന്ദ്ര ഏജൻസികളുടെ പലവിധ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു, കരുവന്നൂരിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന അന്വേഷണങ്ങൾ. ഈ അന്വേഷണങ്ങൾക്കെല്ലാം എന്ത് സംഭവിച്ചു എന്ന ചോദ്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിന്റെ പുരോഗതി ഏതുവരെയായി, അത് കേന്ദ്ര സർക്കാർ പുറത്തുവിടണം തുടങ്ങിയ കാര്യങ്ങൾ പല ആവശ്യങ്ങളായി അവർ ഇങ്ങനെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ MR അജിത് കുമാറിന്റെ വിശദീകരണം, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അദ്ദേഹം അറിയിക്കുന്നത് സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന നിലയ്ക്കാണ്. ഇക്കാര്യത്തിൽ ഏത് തരത്തിലാകും നടപടി? ഒരുപക്ഷെ അദ്ദേഹത്തിന് ADGP ആണെങ്കിൽ കൂടിയും വ്യക്തിപരമായി അദ്ദേഹത്തിന് അങ്ങനെ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ സന്ദർശിക്കാനുള്ള അവസരമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP-യാണ് RSS നേതാവിനെ സന്ദർശിക്കുന്നത്. അവിടെ സ്വകാര്യ സന്ദർശനമെന്ന് പറഞ്ഞൊഴിയാൻ, അങ്ങനെ മാത്രം പറഞ്ഞൊഴിയാൻ കഴിയും. വിനോദ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP അത് മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ അറിയാതെ അത്തരത്തിലൊരു സ്വകാര്യ സന്ദർശനം നടത്തുക എന്ന് പറയുന്നത് ഏറെക്കുറെ അവിശ്വസനീയമാണ്. ഈ രണ്ട് കാര്യം, ഒന്ന്, ഈ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP സമ്മതിക്കുന്നു എന്ന് വിശദീകരണം. അതിൽ
ഈ ദത്താത്രേയ ഹൊസബല്ലെ തന്നെയായിരുന്നോ ആ നേതാവ് എന്ന് പേരെടുത്ത് പറയുന്നുണ്ടോ? രണ്ടാമത് ഈ പറയുന്നത് പോലെ ഇപ്പോൾ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഒരു ADGP കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യമുള്ള ഒരു സംഘടനയുടെ സർക്കാരിക ഭാഗമാണ്. അദ്ദേഹത്തെ അങ്ങനെ നേരിട്ട് കാണണമെങ്കിൽ ഒരു അനുമതി തേടേണ്ട സാഹചര്യം കൂടി ഉണ്ടാകില്ലേ? ഇവിടെ ഒരു ഉയർന്നു വന്ന ആരോപണം, അത് തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട RSS നേതാവ്, ഈ RSS നേതാവാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയതെന്നാണ്. അതായത് RSS നേതാവ് വഴിയൊരുക്കണമെങ്കിൽ തീർച്ചയായും MR അജിത് കുമാർ അങ്ങനെയുള്ള നേതാക്കളുമായി നേരത്തെ തന്നെ ബന്ധം പുലർത്തുകയും ആ ഒരു സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ദത്താത്രേയയെ കാണുകയും ചെയ്തു എന്നാണ് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നത്. ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയെ MR അജിത് കുമാർ തള്ളിക്കളയുന്നില്ല. അവിടെയാണ് ഈ ഗൗരവ സ്വഭാവം വരുന്നത്. കാരണം EP ജയരാജൻ തിരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം നടത്തിയ വെളിപ്പെടുത്തൽ, അത് ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. അദ്ദേഹം പറഞ്ഞത് പ്രകാശ് ജാവദേക്കർ ഒരു സ്വകാര്യ ചടങ്ങുമായി ബന്ധപ്പെട്ട് തന്റെ മകന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു എന്ന കാര്യമാണ്. അദ്ദേഹം വരികയും അദ്ദേഹത്തെ കണ്ട പാടെ തന്നെ സ്വീകരിച്ചിരുത്തി താൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. മറ്റ് രാഷ്ട്രീയമൊന്നും സംസാരിച്ചില്ല എന്ന കാര്യമാണ് EP ജയരാജൻ വെളിപ്പെടുത്തിയത്. പക്ഷേ EP ജയരാജന്റെ നില എന്ത് എന്ന് പിന്നീട് നമ്മൾ കണ്ടതാണ്. EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയാണ് ADGP MR അജിത് കുമാർ, പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പലവിധ കാര്യങ്ങളിലായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം, അവിടെ പല ഒത്തുതീർപ്പ് സാധ്യതകൾ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം, തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തി അത് അങ്കിത് അശോക് എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ട് ഇങ്ങനെ പൂരം കലക്കി അല്ലെങ്കിൽ കേട്ടുകേൾവിയില്ലാത്ത നടപടികളിലേക്ക് പോലീസ് പോയി? VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ച കാര്യവും അതുതന്നെയാണ്. കാരണം പോലീസിനെ സംശയം നിഴലിൽ നിർത്തുന്ന അല്ലെങ്കിൽ പോലീസിനെ സംശയിക്കുന്ന നിലയിൽ തന്നെയാണ് VS സുനിൽകുമാറിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഈ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും VS സുനിൽകുമാറിന്റെ പ്രതികരണം ഉണ്ടായി. എന്തിന് പോലീസ് അങ്ങനെ പെരുമാറി എന്നതാണ്. അതായത് സുരേഷ് ഗോപിക്ക് അവിടെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. സുരേഷ് ഗോപിക്ക് അവിടെ എത്തുന്നതിനും ഈ കാര്യങ്ങളിൽ ഇടപെടുന്നതിനും അങ്ങനെ ഈ പൂരം കടക്കുമ്പോൾ ഒരു രക്ഷകനായി എത്തുന്ന പരിവേഷം സൃഷ്ടിക്കാൻ സുരേഷ് ഗോപിക്ക് വേണ്ടി അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ആരോപണമായി വരുന്നത്. അവിടെയാണ് അതിന് തൊട്ടു മുൻപ് ഈ RSS നേതാവുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ച വലിയ വിവാദമായി മാറുന്നതും ഇപ്പോൾ ആ കൂടിക്കാഴ്ച അദ്ദേഹം തള്ളിക്കളയുന്നുമില്ല. റൈറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ADGP MR അജിത് കുമാർ അത്തരത്തിലൊരു സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു. ഇപ്പോൾ അത് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു അങ്ങനെ ഒരാളെ കണ്ടു എന്ന്. പക്ഷെ അത് സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നാണ് വിശദീകരണം. പക്ഷെ ആ വിശദീകരണം പോരാ എന്നുള്ളത് തന്നെയാണ്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്ന ആരോപണങ്ങൾ, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം, ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകും. ഇതൊന്നും മറഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് യൂട്യൂബിൽ കുറെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. രഘുനന്ദനൻ പറയുന്നു ഇതുവരെ വന്നിട്ടുള്ള വിവാദങ്ങളൊക്കെ എന്തായി, അതുപോലെ ഇതും കടന്നു പോകും എന്ന് പറയുന്നു. അങ്ങനെ കടന്നു പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടല്ലേ. ഇപ്പൊ വരുന്ന പല ആരോപണങ്ങളും ഈ കാലം കടന്നു പോയത് കൊണ്ടുള്ള തെളിവ് ഇല്ലായ്മ അതിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ കുറ്റാരോപിതർ അത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും അത് പുറത്തു വരും, മറനീക്കി പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതങ്ങനെ തന്നെ വേണം താനും അല്ലെ. നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ സിനിമാ നയരൂപീകരണ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ്. സിനിമാ മേഖലയിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് MLA ഒഴിവാക്കിയിരുന്നു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, മുകേഷിനെ ഒഴിവാക്കിയ സാഹചര്യമുണ്ട്. ഈ വലിയ ഒരു പ്രതിസന്ധിയിലും ചർച്ചയിലും വിവാദങ്ങളും ഒക്കെ പെട്ടു നിൽക്കുന്ന ഒരു സമയമാണല്ലോ സിനിമാ മേഖല. അപ്പോൾ ഈ നയരൂപീകരണ യോഗത്തിൽ എന്തെങ്കിലും പ്രത്യേക സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്? എന്തോ ഈ ഹെയ്മ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയും അതുപോലെ തന്നെ നേരത്തെ തന്നെ സിനിമയിലെ നയരൂപീകരണം എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വന്ന ഒരു സിറ്റുവേഷനാണ്. അതും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പശ്ചാത്തലത്തിൽ നിരവധി ലൈംഗിക അതിക്രമങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ അതിന് കൂടുതൽ അത് ഒന്ന് ഫാസ്റ്റായിട്ട് അത് ചെയ്യണം, തീരുമാനമാക്കണമെന്നൊരു അവസ്ഥയിലേക്ക് വരികയായിരുന്നു. എന്താ നയരൂപീകരണ ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. എന്തായാലും ആ സമിതിയുടെ ആദ്യ യോഗമാണെന്ന് കൊച്ചിയിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് നയരൂപീകരണ സമിതിയിൽ ഒന്ന് പുറത്താക്കപ്പെട്ട MLA M മുകേഷ്
മുകേഷിന് ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംവിധായകൻ ഷാജൻ കരുണാണ് സമിതിയുടെ ചെയർമാൻ. അതുപോലെ തന്നെ മിനി ആന്റണി IAS യോഗത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ സിനിമാ രംഗത്തു നിന്നുമുള്ള നിരവധി പേരെ അംഗങ്ങളാക്കിക്കൊണ്ടുള്ള ഒരു സമിതി തന്നെയാണ് ഇത്. അതിൽ നിന്നും ഈ ഒഴിവാക്കപ്പെട്ട മുകേഷ് MLA ഒഴികെ ബാക്കിയുള്ള അംഗങ്ങളെല്ലാം യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സിനിമാ മേഖലയിലെ നയരൂപീകരണത്തിന് കരട് ചർച്ച ചെയ്യാൻ ഇപ്പോൾ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നുണ്ട്. കോൺക്ലേവിൽ ഈ കരട് രേഖ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള യോഗമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ, അത് പ്രത്യേകിച്ചും ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, തൊഴിൽ വേതനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ മറ്റാവശ്യങ്ങൾ, അതായത് അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ, സ്ത്രീകൾക്ക് ഒരു സെറ്റിൽ താമസിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ, ശുചിമുറി ആയാലും അവർക്ക് തങ്ങുന്ന ഇടമായാലും ഡ്രസ് ചേഞ്ചിങ് റൂം ആയാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു സാഹചര്യം ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പ്രത്യേകിച്ചും നയരൂപീകരണത്തിന്റെ ഭാഗമായി ഇതൊക്കെ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്ന അതായത് സ്ത്രീകൾ ആവശ്യപ്പെട്ടിരിക്കുന്ന സാധനങ്ങൾ, ഒന്ന് ലൈംഗികാതിക്രമവും തടയണം എന്നുള്ളത്, മറ്റൊന്ന് സിനിമാ മേഖലയിലെ അതായത് സെറ്റിൽ ലഹരി ഉപയോഗങ്ങൾ അതിന് തടയണം, അതിനൊരു പിടി വേണം എന്നുള്ള കാര്യവും സർക്കാരിൻ്റെ മുൻപാകെ ആ ഒരു ആശങ്കയായി എത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം വേതനമാണ്. അതായത് സ്ത്രീ അഭിനയം ക്രിയേറ്റിവിറ്റിയാണ് ഇതിന്റെ മാനദണ്ഡം എന്നുള്ളത് കൊണ്ട് പ്രതിഫലത്തിന് ഒരു ഈക്വൽ ഒരു മെഷർ ഉണ്ടാക്കാൻ പ്രയാസമായിരിക്കുമെന്നൊരു നിരീക്ഷണത്തിലാണ് സർക്കാർ. കാരണം തുടക്കക്കാരായ ഒരു നടനും നടിക്കും ഇവിടുത്തെ മുതിർന്ന ഒരു നായകനോ നായികയോ വാങ്ങുന്ന പ്രതിഫലം നൽകാൻ കഴിയുന്ന സാഹചര്യമില്ല. ആ കാര്യത്തിൽ അതിന് വീണ്ടും ആലോചന ഉണ്ടാകും. അതല്ലെങ്കിൽ അതിന് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ സർക്കാരിനാകില്ല. മാത്രമല്ല ഇത്തരം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇടപെടൽ ഇപ്പോഴും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പം SIT ഒക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള രൂപീകരണം ഉണ്ടായതിനു ശേഷമാണ്, അല്ലെങ്കിൽ അത്തരം പരാതികൾ നിരന്തരം ഉയർന്നു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് SIT ഒക്കെ അതിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം. അല്ലാതെ ഇത്തരം കാര്യങ്ങൾ ഇടപെടാനുള്ള ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ കരിയറിനെ ബാധിക്കുമെന്നൊക്കെ ഭയന്നിട്ടായിരിക്കാം അത്ര കണ്ട് പരാതിയുടെ പ്രവാഹമൊന്നും ആകെ ഒരു കാലഘട്ടത്തിൽ സധൈര്യം സ്ത്രീകൾ മുന്നോട്ട് വന്നിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ കണക്കിലെടുത്ത് വേണം ഇത്തരമൊരു ഇതിലേക്ക് പോകാൻ, ഇത്തരമൊരു അന്തിമ തീരുമാനത്തിലേക്ക് പോകാനെന്ന് നേരത്തെ മുഖ്യമന്ത്രി സംസാരിക്കുകയുണ്ടായി. നയരൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പം എന്തായാലും കോൺക്ലേവ് സംഘടിപ്പിക്കുന്നുണ്ട്. കോൺക്ലേവിന് മുൻപായിട്ട് ഇതിന്റെ കരട് രേഖ കോൺക്ലേവിൽ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാജൻ കരുണ അധ്യക്ഷനായുള്ള സമിതി തന്നെയാണ്, മിനി ആന്റണി IAS ഉൾപ്പെടെയുള്ള സമിതി തന്നെയാണ് ഇന്ന് കൊച്ചിയിൽ യോഗം ചേരുന്നത്. ഓക്കെ ആജ്ഞ, എന്തായാലും നല്ല ദിവസം ആജ്ഞയ്ക്കും ആശംസിക്കുകയാണ്. സിനിമയിലെ നയരൂപീകരണ സമിതിയുടെ യോഗം ചേരുകയാണ്. മുകേഷ് ഇല്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം. അതെ, നമുക്ക് എപ്പോഴും നമ്മൾ പറയാറുള്ള നമ്മുടെ പ്രേക്ഷകരാണ് നമ്മുടെ മുതൽക്കൂട്ട്, പ്രേക്ഷകരാണ് നമ്മുടെ പിന്തുണ. അപ്പം ഇതുപോലെ വിവാദങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ മൈക്കുമായിട്ട് പോകല്ലേ എന്ന് പറയുന്ന പ്രേക്ഷകരുണ്ട്. അതേസമയം ഇതുപോലുള്ള ഗൗരവമുള്ള വാർത്തകൾ രാവിലെ ഞങ്ങൾക്ക് കേൾക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മോർണിംഗ് വൈബ്സ് അല്ലെങ്കിൽ മണിക്കൂറുകളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടവേളയ്ക്ക് ശേഷം ഓണം വാർത്തകൾ, ഓണ വിശേഷങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഞങ്ങൾ ഓർത്ത് തുടരുക. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കേസിൽ വാർത്തകളിലേക്ക്, മോർണിംഗ് വൈബ്സിലേക്ക് കിടക്കുമ്പോൾ അശ്വതി സൂചിപ്പിച്ച പോലെ നമ്മൾ ഓണത്തിൻ്റെ വർത്തമാനങ്ങളിലേക്ക്, വിശേഷങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. അത്തം പത്തിന് പൊന്നോണം എന്നാണല്ലോ ഇന്ന് ചിത്തിര. എല്ലാ നമുക്ക് ചിത്തിരയായിട്ട് പുനലൂരിലേക്ക് ഒന്ന് പോകാം. അവിടെ ഓണം കളറാക്കാൻ ഇക്കുറി കുടുംബശ്രീ അംഗങ്ങൾ സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട്. പരമ്പരാഗത ഓണ വിഭവങ്ങളാണ് ഐക്കരക്കോണം കേന്ദ്രീകരിച്ചുള്ള കുടുംബശ്രീ അംഗങ്ങൾ വിപണിയിലെത്തിക്കുക. ഓണപ്പാട്ടും പാടി പലഹാരം നിർമ്മിക്കുന്ന കുടുംബശ്രീ അംഗങ്ങൾ ഇതിനോടകം തന്നെ ശ്രദ്ധേയരായി കഴിഞ്ഞിട്ടുണ്ടാവും. ഒരുപക്ഷെ എല്ലാവരും കണ്ടിട്ടുണ്ടോ അല്ലേ? ഇവരുടെ വിശേഷങ്ങൾ മനോജ് അപ്പുകുട്ടനാണ് ചേരുന്നത്. മനോജ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ചിത്തിരയാണ്, വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഈ കുടുംബശ്രീയിലെ അംഗങ്ങളൊക്കെ ഒപ്പം ഉണ്ടോ? അവരൊക്കെ എങ്ങനെയാ രാവിലെ തന്നെ സജീവമാണോ? മനോജേട്ടന്റെ പുറകിൽ ഇങ്ങനെ പലഹാരങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് എൽദോ.
അശ്വതി, വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നമ്മൾ കണ്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു രീതിയിൽ, അതായത് നമുക്ക് പലഹാരങ്ങളുടെ ഒരു വലിയ ഒരു നിര തന്നെ ഇവർ ഓണവിഭവങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. ഈ ചിപ്സ്, ഇത് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ഈ ചിപ്സുകളാണ്. ഈ പുനലൂരിലെ മണ്ഡലത്തിലേക്ക് മുഴുവനായിട്ട് വിതരണം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഇവർ ഈ ഓണ വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ അടുത്ത 4-5 റൂമുകളിലായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഒരു റൂം നിറച്ചും അടുത്തായിട്ടുണ്ട്. അതുപോലെ 4-5 റൂമുകളിലായിട്ട് ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നു. ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സജീവമാണ് ഇവിടുത്തെ ഈ കുടുംബശ്രീ അംഗങ്ങൾ എന്നുള്ളതാണ്. ഇതുപോലെ നിരവധി റൂമുകളാണ്. എല്ലാ റൂമുകളിലും ഇങ്ങനെ ഓണപ്പലഹാരങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ അവർ വളരെ പാട്ടും പാടി വളരെ ആഘോഷപൂർവ്വമാണ് ഈ ഓണത്തിനെ വരവേൽക്കുവാനായിട്ട് ഇവരുടെ ആ നിർമ്മാണ യൂണിറ്റിലേക്കാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്. ഒരു ചിപ്സ് തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ചിപ്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. പാട്ടൊക്കെ പാടുന്നുണ്ട്. പാട്ടും പാടിക്കൊണ്ടൊക്കെയാണ് തുടങ്ങുന്നത്. നമുക്കൊരു ആർപ്പോ വിളിച്ചാലോ? ആർപ്പോയ്! ഒന്നുകൂടെ ആർപ്പോയ്! സജീവമാണ്, വളരെ സജീവമാണ്. ശരി, ഇപ്പം നമ്മൾ ഈ വളരെ ഒരു പ്രത്യേക രീതിയിലാണ് നിങ്ങൾ ഇവിടെ ഈ എല്ലാം തയ്യാറാക്കുന്നത് പറഞ്ഞു. ഈ ഓണമായപ്പോൾ ഓണപ്പാട്ടും ഒക്കെ പാടിയാണ്. അത് വളരെ ശ്രദ്ധേയമായി കഴിഞ്ഞു. നിങ്ങൾ എത്ര നാളായിട്ട് ഈ യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്? 10 വർഷത്തിന് മേളിലായി. ചെറിയ രീതിയിൽ തുടങ്ങിയതാ. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ 10 പേരോളം ഉണ്ട്. ഒരു സ്ഥാപനമുണ്ട്, പുനലൂർ പ്രൊഡക്ഷൻ ഇവിടെയാണ്. ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഓണത്തിന്റെ പ്രത്യേക തരത്തിലുള്ള ഇതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ശർക്കര വരട്ടി, ചിപ്സ്, കളിയോടയ്ക്ക, അങ്ങനെയുള്ള ഐറ്റംസുകൾ ഓണത്തിന് ആവശ്യമായി. അല്ലെങ്കിൽ തന്നെ ഏത് ഐറ്റം പറഞ്ഞാലും ഞങ്ങൾ അത് റെഡിയാക്കി കസ്റ്റമറുടെ തൃപ്തിയാണ് ഞങ്ങളുടെ തൃപ്തി. എത്ര വർഷമായിട്ട് ഇത് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്? 15 വർഷം കൊണ്ട് ഉണ്ട്. 15 വർഷം കൊണ്ട്. എത്ര കുടുംബശ്രീ അംഗങ്ങളാണ് നിങ്ങളുടെ ഈ ഗ്രൂപ്പിനകത്തുള്ളത്? ഞങ്ങൾ 10 പേര്. മറ്റേ പുനലൂർ നഗരസഭയിലെ മറ്റ് യൂണിറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം ഇവിടെ എത്തിക്കുന്നു. അതുപോലെ ഫെസ്റ്റിവൽ സീസണുകൾ നിങ്ങൾ പ്രത്യേക സ്റ്റാളുകൾ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനമായി നിന്ന് നഗരസഭയിൽ ആരൊക്കെയാണുള്ളത്? നഗരസഭയിൽ നിന്ന് കുടുംബശ്രീ എല്ലാ സാറുമാരും എല്ലാം നമുക്ക് കൂടുതൽ സപ്പോർട്ടാണ്. കുടുംബശ്രീയിൽ നിന്ന് MAC-മാർ, അനസ് വക്കീൽ സാറ്, ADS എല്ലാം, ഉണ്ണി സാറെല്ലാം നമുക്ക് നല്ല സപ്പോർട്ടാണ്. പിന്നെ ഞങ്ങളുടെ പാർട്ടി എല്ലാവരും നമുക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇവിടെ തന്നെയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, വറക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പാക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെ? അല്ല, പാക്ക് ചെയ്യുന്നത് ഇവിടെയും പാക്ക് ചെയ്യും, കടയിലും പാക്ക് ചെയ്യും. വിപണി കണ്ടെത്താനായിട്ട് നിങ്ങൾ നമ്മുടെ മുനിസിപ്പാലിറ്റി വിട്ട് മറ്റെവിടെയെങ്കിലും പോകാറുണ്ട്? ഉണ്ട്. നമ്മൾ കൊല്ലം ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും പോകും. ഞാനും എൻ്റെ അനിയനും കൂടെ എല്ലായിടവും പോകുന്നു വണ്ടിയിൽ. എല്ലായിടവും ആരെന്ത് പറഞ്ഞാലും ആ സമയത്ത് കൊണ്ട് എത്തിച്ചു കൊടുക്കും. ഈ പുനലൂർ നഗരസഭയിലെ കൗൺസിലർമാരിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? പുനലൂരിലെ എല്ലാവരും നമ്മളെ സഹായിക്കുന്നുണ്ട്. മനോജ്, നമുക്ക് ആ ചേച്ചിമാരുടെ എല്ലാവരുടെയും ഒന്ന് പരിചയപ്പെടണം. അവരുടെ പേരൊന്ന് ചോദിച്ചേ. പേര് വേണം, മാത്രമല്ല ഇവരുടെ പാട്ടാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. പാട്ടിലൂടെയാണ് അവര് ശ്രദ്ധേയരായത്. ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും അത് തന്നെയാണ്. അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം. ഓണപ്പാട്ട് പ്രേക്ഷകര് നിങ്ങളുടെ ഓണപ്പാട്ട് കേൾക്കാനായിട്ട് നീ ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ. അറിയല്ലേ സാധാരണ ക്യാമറയൊക്കെ കണ്ടപ്പോഴത്തേക്കിന് നാണമൊക്കെ അല്ലാതിരിക്കുന്ന സമയങ്ങളിൽ വളരെ മനോഹരമായിട്ട് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടണമല്ലോ എല്ലാവരും. ചേച്ചി പേരെങ്ങനെ ചേച്ചി? മാസ്ക് ഒന്ന് മാറ്റുക ചേച്ചി. ഒന്ന് പേരൊന്ന് പറഞ്ഞാൽ. എന്റെ പേര് മോളിച്ചാക്കോ. ഇവിടെ തന്നെയുള്ളതാണോ? കക്കോട് തന്നെയുള്ളതാണ്. എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ഇവിടെ ഇപ്പം 2 മാസമേ ഉള്ളൂ. എന്റെ പേര് ലേഖ വിശ്വാസ്. ഞാൻ ആര്യങ്കാവിൽ താമസിക്കുന്നു. വളരെ ദൂരെ. ആര്യങ്കാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 1 മണിക്കൂറത്തെ യാത്രയുണ്ട്. അത്രയും ദൂരത്തു നിന്നാണ് ഇവിടെ വരുന്നത്. രാവിലെ എത്തിയത് തന്നെ. എന്റെ പേര് അനീസ.
ലീഡർഷിപ്പാണ്. അതന്നെ. അനീഷയാണ് ഈ യൂണിറ്റിന്റെ ലീഡർഷിപ്പ് നയിക്കുന്നത്. ശരി, പേരെങ്ങനെ? എൻ്റെ പേര് ലേഖ. ഞാനിവിടെ കലയനാട് നിന്ന് വരുന്നു. ഇവിടെ അടുത്തുള്ളതാ, കലയനാട് എന്നുള്ള സ്ഥലത്താണ്. ഇവരിപ്പോ ചിപ്സ് തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തായിട്ട് ചിപ്സ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് കണ്ടാലോ? മനോജേട്ടൻ അവിടെ റൂമിൽ കയറിയപ്പോഴേ 5 റൂം നിറയെ ഇങ്ങനെ പലഹാരങ്ങൾ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളും ഇവിടെ നിന്ന് ഇങ്ങനെ കാണണം, എങ്ങോട്ട് പോകണമെന്നറിയാതെ അവിടെ ഇങ്ങനെ അവരൊരു പരതലാണ്. ഈ റൂമിൽ പോകുമ്പോഴത്തേക്ക് നേരത്തെ കളിവടക്ക എന്ന് പറഞ്ഞപ്പോ എൽദോ ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താണ് സാധനം. നിങ്ങളുടെ അവിടെ എന്താ അതിന് പറയണേ? ചീടയാണോ ഉദ്ദേശിക്കുന്നത്? ചീട, അത് തന്നെ, ചെറിയ ചെറിയ ഉണ്ടകൾ. ഉണ്ടയാണോ അതോ ഇങ്ങനെ മടക്കി വെക്കുന്നതാണോ? അല്ല, ചെറിയ ചെറിയ കളിവടക്ക. കളിവടക്ക ഒന്ന് കാണിച്ചു തരണം മനോജേട്ടാ. ഈ ഓണമായിട്ട് കളിയോടൊക്കെ ഒന്ന് കാണിക്കാം. ഒരു കളിയോടൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരും. കളിയോടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും ഒരു പലഹാരമാണ്. ചിപ്സൊപ്പം തന്നെ ഒരു മനോജേട്ടാ, എന്റെ നാട്ടിലൊക്കെ, ഞാൻ എറണാകുളമാണ്, എറണാകുളത്തൊക്കെ നമ്മളൊക്കെ ആകെ ശർക്കര വരട്ടിയും ചിപ്സുമാണ്, അല്ലെങ്കിൽ കായ ഉപ്പേരി എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരുടെ പലർക്കും അറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മനോജേട്ടാ, നമുക്ക് ആ കളിയോടൊക്കെ കാണിക്കുകയും ചെയ്യണം, അതിന്റെ റെസിപ്പിയും കൂടെ ഒന്ന് ചോദിക്കൂ. ഓണത്തിന് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നതല്ലേ, ജീരകമൊക്കെ ഇട്ടുണ്ടാക്കുന്ന ചെറിയ ഉണ്ടയല്ലേ കളിയോടൊക്കെ എടുത്തോ. റെസിപ്പി ചോദിച്ചോളൂ. അപ്പൊ കളിയോടൊക്കെ എടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ലീഡറോട് തന്നെ ചോദിക്കാം. ഈ കളിയോടൊക്കെ ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു കൊടുക്കാം. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്? അരിമാവ്, ഉപ്പും, എള്ള്, ഇതെല്ലാം. ഞങ്ങളുടെ മാസ്റ്റർ ഉണ്ട് ഇവിടെ. മാസ്റ്റർ ഉണ്ടോ? മാസ്റ്റർ. മാസ്റ്റർ ഇവിടെ ഉണ്ടോ? മാസ്റ്റർ ഒന്ന് വിളിക്കുമെന്ന്. ഈ കളിയോടൊക്കെ ഉണ്ടാക്കുന്ന മാസ്റ്റർ ഒന്ന് വന്നേ. മനോജേട്ടാ, ഇതുവരെ മാസ്റ്ററെ തള്ളി വിട്ടിട്ടാണോ അപ്പൊ അവിടെ നിന്നത്? മോശമായി പോയി കേട്ടോ. മാസ്റ്ററല്ലേ ആദ്യം കാണിക്കണ്ടേ? എല്ലാ പുരുഷന്മാരുടെ പിന്നിലും പിന്നെ വിജയത്തിൽ ഒരു സ്ത്രീ ഉണ്ടാവും എന്ന് പറയുന്നവരാണ്. ഇതുണ്ടോ, പുരുഷൻ ഉണ്ടാവണോ? ഇവിടെ ഇദ്ദേഹമാണ് ഇതിന്റെ നെടുന്തൂണ്. നമുക്ക് ആ കളിയോടൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അരിമാവ്, മൈദ, ജീരകം, അരിമതകം, ഉപ്പ്, അതൊക്കെ ഇട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കണം. എണ്ണ താഴ്ത്ത കുറച്ച് ഡാൽഡയിൽ കുഴച്ചിട്ട് ചെറിയ ഉണ്ടകളാക്കിയിട്ട് പിടിച്ചെടുക്കും, എണ്ണയിലിട്ട്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മൈദാമാവ്, അരിമാവ്, ഉപ്പ്, അരിമതകം, ജീരകം, ഡാൽഡ, ശകലം എണ്ണ ഒഴിക്കും. ഇത്രയും സാധനങ്ങൾ എണ്ണയിൽ കുഴച്ച് ചെറിയ ഉണ്ടകളാക്കി എണ്ണയിലിട്ടിട്ടാണ് ഈ ഉണ്ടാക്കുന്നത്. മനോജേട്ടൻ കൃത്യമായിട്ട് ചോദിക്കുന്നു, ഒന്നുകൂടെ എടുത്ത് ചോദിക്കുന്നു, വീട്ടിൽ പോയിട്ട് കളിയടക്ക ഉണ്ടാക്കാനുള്ള തീരുമാനം ഉണ്ടോ മനോജേട്ടാ? അല്ല, അത് ഒന്ന് പഠിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന്. നമുക്ക് അകത്ത് കയറിയിട്ട് ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മാസ്റ്ററെ പറയിക്കാമോ? എന്തൊക്കെ സ്പെഷ്യൽ സാധനങ്ങളാണുള്ളതെന്ന് മാസ്റ്ററെ കൊണ്ടൊന്ന് പറയിക്കാമോ? നല്ല കളർഫുൾ ആയിരുന്നു ആ റൂമുകളെല്ലാം. പിന്നെന്താ, ഈ കളിയടക്ക കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞു. ഇപ്പൊ കളിയടക്ക കാണിക്കും. ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇനി മറ്റെന്തെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നതാണോ എന്ന് ആലോചിക്കാം. ഓണത്തിന് മാത്രമാണ് അത് പ്രധാനമായിട്ട് ഉണ്ടാക്കുക. ഇത് പാളിപ്പോയ കടിച്ച പൊട്ടാത്ത പോലെ ആയിപ്പോ. അപ്പൊ അത് ചെറിയ ചെറിയ അതിന്റെ ഓരോന്നിന്റെയും ക്ലോസിലേക്ക് ഒരു മൃദുത്വം വരുന്ന രീതിയിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് പൊട്ടത്തില്ല. പൊട്ടിയെങ്കിൽ മാത്രമേ ഇതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ നിങ്ങളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അതൊക്കെ എന്തൊക്കെ പലഹാരങ്ങളാണെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. പഴം ചിപ്സ് ഉണ്ട്, തക്കാളി മുറുക്ക്, പിന്നെ കേക്ക്, താൽമിച്ചറ്, മരച്ചി മീറ്റത്, പിന്നെ ബോളി, ചിപ്സ്, വെളിച്ചെണ്ണ ചിപ്സ്, ഫോമൻ ചിപ്സ്, മുറുക്ക് ഐറ്റംസ് ഉണ്ട്, കൊള്ളപ്പം ഉണ്ട്, അച്ചപ്പം, പപ്പടവട. ആ മുറിക്കകത്ത് നിറച്ചും ഇത് നമ്മുടെ ഓണത്തിന്റെ പ്രധാന ഭാഗമാണ്. ശർക്കര വരട്ടിയല്ലേ? ചക്കവറ്റലുണ്ട്, പൊരിയുണ്ട. അതെ മനോജേട്ടാ, ഈ വിഷ്വൽസ് കാണുമ്പോ അദ്ദേഹം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് ഒരുപാട് പ്രവാസികൾ ഇപ്പൊ ഈ നാട് മിസ് ചെയ്യുന്ന സമയമായിരിക്കും. കാരണം ഈ കളിയടക്കൊക്കെ ഉള്ള ഒരു നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ കളിയടക്ക. അത് പല അവര് പറഞ്ഞത് കളിയടക്കാന്ന് കണ്ട കളിവടക്കാന്ന് ഇവിടെ പറയും. പല സ്ഥലങ്ങളിൽ പലതാണ് പറയുന്നത്. അതെ, എൽദോയ്ക്ക് കളിയടക്ക കാണണം.
കളിയുടെ സ്റ്റോക്ക് തീർന്നു തോന്നുന്നു. കളിയോടൊക്കെ തപ്പി നടക്കുകയാണ് ഞങ്ങള്. കാണാതെ പോയോ കളിയോടൊക്കെ? അത് അവര് ഷോപ്പിലേക്ക് കൊണ്ടുപോയെന്നാ പറഞ്ഞു, ഇവിടെ ഇല്ല. അയ്യോ, അപ്പൊ എൽദോക്ക് ഇത് കാണാനുള്ള കളിയോടൊക്കെ നമ്മൾ പ്രത്യേകം കളിയോടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി ചെയ്യേണ്ടി വരുന്നു അങ്ങനെയാണെങ്കിൽ. അല്ല കളിയോടൊക്കെയുടെ അല്ല നമുക്ക് ഒരു കളിയോടൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റോറി ചെയ്ത് കളയാം. അതെ അതെ, കളിയോടൊക്കെയുടെ ഒരു പ്രത്യേകത എന്താണ്, നമ്മൾ ഊഞ്ഞാലാടുമല്ലോ, നമ്മളിങ്ങനെ ഊഞ്ഞാലാടുന്ന സമയത്തൊക്കെ വായിലിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടാൻ പറ്റിയ സാധനമാണ്. പോക്കറ്റിലൊക്കെ ഇട്ട് ഇരുന്നാൽ ഇങ്ങനെ ആടി കഴിച്ചുകൊണ്ടിരിക്കാം. ചിപ്സ് അത്ര പോരെ, കളിയടക്കാണ് അതിന്റെ രസം. ഈ കളിയടക്ക കടിച്ചു മുറിയാൻ കുറച്ച് പാടാണ്. പറഞ്ഞു മനോജ്. 6 മുറികളിലായിട്ട് ഓണ വിഭവങ്ങൾക്കുള്ള പലഹാരങ്ങൾ ഇവരിങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴ് നമുക്ക് ലൈവായിട്ട് ഇവര് ചിപ്സാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ട് ഇവരുടെ മാസ്റ്റർ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിയിലേക്ക് ഇവരൊരു മെഷീൻ വഴിയാണ് ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്യുന്നത് മെഷീൻ വഴിയാണ്. മാസ്റ്റർ അവരുടെ കട്ട് ചെയ്തൊന്ന് ചിപ്സ് ഒന്നൊരു അത്യാധുനിക സംവിധാനങ്ങളൊക്കെ വരികയാണ് അല്ലേ? വളരെ കൃത്യമായി സെയിം സൈസിലും സെയിം എന്താ പറയുക കനത്തിലും ആ വാഴക്ക വന്ന് വീഴാനുള്ള സാഹചര്യമായിരിക്കും. മനോജ്, ഇത്ര രാവിലെയൊക്കെ തന്നെ സജീവമാണല്ലോ അവിടെ. അപ്പോൾ ഇവർ എത്ര മണിക്ക് ആരംഭിക്കും രാവിലെ ഈ വാഴക്ക ഉപ്പേരി ഉണ്ടാക്കലും ചിപ്സ് അങ്ങനെ മൊത്തത്തിലൊരു അവരുടെ പണി എത്ര മണിക്ക് ആരംഭിക്കും? 6 മണിക്ക് ഇവര് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കും. സജീവമാണ്. വൈകിട്ട് 6 മണി വരെ ഇവരുണ്ടാവുക. ഇവിടെ വളരെ സജീവമാണ്. ഇവര് കൊല്ലം ജില്ലയിലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും ഇവരുടെ ഉൽപ്പന്നങ്ങൾ പോകുന്നു. വളരെ ബ്രാൻഡഡ് ആയിട്ട് ടി കെ ഫുഡ്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡഡ് ആയിട്ട് അവരൊരു വിതരണം ചെയ്യുന്നുണ്ട്. ടി കെ ഫുഡ്സ് എന്നുള്ള നിലയിലാണ് അവർ ടി കെ ഫുഡ്സ് എന്നല്ലേ പേര്, ടി കെ ഫുഡ്സ് എന്ന് പറഞ്ഞാണ് അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പുനലൂരിലെ ഓണ വിശേഷങ്ങൾ. അതായത് ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നത് അവിടെ ഈ തൊലി പൊളിക്കല് മാത്രമേ ഉള്ളൂ അല്ലെ? ചേച്ചിമാർ ചെയ്യുന്നത് ഇപ്പൊ അവിടെ അതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട മെഷീനിൽ വരുന്നു, നേരിട്ട് എണ്ണയിലേക്ക് അങ്ങ് ഇടുകയാണ്. അപ്പൊ പണി എളുപ്പമാണ് അവിടെ കുറച്ച്. അതെ, വളരെ ആ പണി. അത് മാത്രമല്ല ഈ സുരക്ഷിതത്വവും ശുചിത്വവും അത് വളരെ കൃത്യമായിട്ട് അവരത് പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ മഞ്ഞവെള്ളത്തിലിട്ട് കഴുകുന്നുണ്ട്. മഞ്ഞവെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം തോർത്തിയതിന് ശേഷം ഇത് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകണം. അവിടെ ചെല്ലുമ്പോൾ ഒരു കൊട്ടയ്ക്കകത്ത് ഇത് അല്പനേരം വെള്ളം തോർന്നു പോകാനായിട്ട് വെക്കും. അതിനുശേഷം മെഷീൻ വഴി ഡയറക്റ്റ് ഈ എണ്ണയ്ക്ക് തിളച്ച എണ്ണയിലേക്കാണ് മാറുന്നത്. അവിടെ നിന്നും അത് വറുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. അടുത്ത സെക്ഷനിൽ നിന്നും പാക്കിംഗ് സെക്ഷനിലേക്ക് പോകുന്നു. അവരുടെ ബ്രാൻഡഡ് നെയിം അടിച്ച പാക്കറ്റുകളിലേക്ക് തരം തിരിച്ചു. അങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങളും മെഷീൻ വഴി വർക്ക് ചെയ്ത് അടുത്ത സ്റ്റെപ്പായിട്ട് നീങ്ങുകയാണ്. സജീവമായിട്ടിപ്പോൾ 8 പേരാണുള്ളത്. 8 യൂണിറ്റ് അംഗങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത്. വളരെ ദൂരെ നിന്ന് വരാനുള്ള ഇനി 2 അംഗങ്ങൾ എത്തിയിട്ടില്ല, ഇതുവരെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ സജീവമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയുടെ വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു. അദ്ദേഹവും എത്താമെന്ന് പറഞ്ഞാൽ എന്തായാലും അദ്ദേഹത്തിൻ്റെ വാർഡിൽ ഇന്നൊരു കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനമുണ്ട്. അതുകൊണ്ട് തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനാൽ അദ്ദേഹം രാവിലെ വന്നിട്ട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് പോയി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ കാണാതെ പോയത്. ഇവർക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനമായുള്ളത് VP ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ പുനലൂർ നഗരസഭയുടെ മുൻ വൈസ് ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു സഹായമാണ് ഈ യൂണിറ്റ് ഇത്ര മനോഹരമായി പ്രവർത്തിക്കുന്നതിന് കാരണമായത്. ശരി, അപ്പൊ മനോജേട്ടൻ എന്തായാലും ഇന്ന് അവിടെ പോകുമ്പോൾ കുറച്ച് പാക്കറ്റ്സ് ഒക്കെ ആയിട്ട് പോകുന്നുള്ള നമുക്ക് ഉറപ്പാണ് അല്ലെ? നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉപ്പേരിയും പിന്നെ നേരത്തെ പറഞ്ഞ എന്താ ശർക്കര വരട്ടിയും. അതെ, ഓണ വിഭവങ്ങൾക്ക് വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകും. അവിടെ നമ്മൾ കട്ട് ചെയ്ത സാധനങ്ങൾ അതാണ്. എൽദോ ഇതിന്റെ പാകമൊക്കെ അറിയാവോ? ഇതൊക്കെ അറിയുന്നുണ്ടോ? ഇതൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള അല്ല പാക്കറ്റ് വരുന്ന അല്ലാതെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? വീട്ടിൽ വറക്കാറുണ്ടോ? അല്ല പാകം ഇപ്പൊ കേട്ട ശബ്ദം കേട്ടോ, ചിലും ചിലും ആദ്യം നമ്മൾ ഇടുന്ന സമയത്ത് അതിങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുമെങ്കിൽ ഇപ്പൊ കേട്ട ശബ്ദമാണ് അതിന്റെ പാകം. ഉപ്പ് എപ്പോഴാണ് അത് പല സമയത്തും ഉപ്പൊഴിച്ചു അവിടെ ഉപ്പൊഴിച്ചു ഇപ്പൊ ഉപ്പൊഴിച്ച് കോരിയെടുക്കുകയാണ്. കണ്ടോ ശബ്ദം കേട്ടോ? അതാണ് അതിന്റെ അല്ല, നമ്മളിത് ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പം ഇതിന്റെ ഇത്രയാ ഒരു
എഫർട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ വന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് ഇവർ ഓരോ പലഹാരം ഉണ്ടാക്കുന്നതിലും വളരെ എഫർട്ട്. അത് രുചിക്കൂട്ട് പോവാതിരിക്കാൻ ഉപ്പ് പാകത്തിന് വരണം. അങ്ങനെ നിരവധി കടമ്പകൾ കടന്നിട്ടാണ് ഇത്ര രുചികരമായ പലഹാരങ്ങൾ ഇവര് ഉണ്ടാക്കി നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് മാത്രമല്ല മനോജേട്ടാ, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അവരെല്ലാരും കൂടി ഇരുന്നിട്ട് അവിടെ സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓണവിശേഷങ്ങളായാലും അവരെ എല്ലാവർക്കും പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയായിരിക്കണം. കുടുംബശ്രീ ചേച്ചിമാരുടെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. അപ്പൊ അവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ വീട്ടുകാരും ഇത് ഇവരെ വിപണി കണ്ടെത്തുന്നതിനായിട്ട് ഇവരെ സഹായിക്കുന്ന ഈ ലീഡറിന്റെ സഹോദരനാണ് ഇദ്ദേഹം. നമ്മൾ എങ്ങനെയുണ്ട് വിപണി കണ്ടെത്തുന്നതിന് വളരെ തടസ്സമുണ്ടോ? അതോ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടമാണോ ആൾക്കാർക്ക്? ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും അവർ എടുക്കുന്നുണ്ട്. അത് ഓർഡർ അതനുസരിച്ച് തരുന്നുണ്ട്. നമ്മളിപ്പോ ഒരു പ്രാവശ്യം പോയി ഒരു കട കണ്ടെത്തി കഴിഞ്ഞാലും അടുത്ത പ്രാവശ്യം അവർ വിളിച്ച് നമുക്ക് ഓർഡർ തരുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ ഏതൊക്കെ ഭാഗങ്ങളിലായിട്ട്? കൊല്ലം ജില്ലയിൽ നമ്മള് കൊല്ലം, തിരുവനന്തപുരം, കിഴക്കൻ മേഖല സാധനങ്ങളെല്ലാം പോകുന്നുണ്ട്. മെയിനായിട്ട് ബൾക്ക് ഓർഡർ നമ്മൾ ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലും എത്തുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെയും കിട്ടാൻ സാധ്യതയുണ്ട് TK ഫുഡ്സ് എന്ന് പറഞ്ഞ ഇവരുടെ ഉൽപ്പന്നം. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് പാക്കറ്റ് നോക്കി വാങ്ങാം, പരീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ചേച്ചിമാരോട് പ്രത്യേകം വരണം. ഞങ്ങളുടെ അന്വേഷണം, ഞങ്ങളുടെ ഓണാശംസ പറയണം. പിന്നെ ഞങ്ങളുടെ അഡ്രസ്സ് ഞാൻ മനോജേട്ടന് എഴുതി തരാം. എനിക്ക് കളിയോടൊക്കെ വേണം. അപ്പൊ അവിടുന്ന് ഓർഡർ ഇട്ടിട്ടുണ്ടെന്നും കൂടി പറഞ്ഞേക്കൂ. ഇവിടുന്ന് News 18 തന്നെ ഓർഡർ ഇട്ടിട്ടുണ്ട് കളിയോടൊക്കെ. അവര് എല്ലാവർക്കും നിങ്ങളുടെ ഓണാശംസകൾ പറയുന്നു. അവിടുന്ന് ഡെസ്കിൽ നിന്ന് ആ ഇപ്പൊ അവതാരകരായിട്ടുള്ള രണ്ടുപേരുടെയും അഡ്രസ് അയച്ചു തരും. അവർക്ക് ഓണവിഭവങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് പറയുന്നു. അയച്ചു കൊടുക്കാം, വളരെ സന്തോഷം അയച്ചു കൊടുക്കണമെന്ന്. അപ്പൊ നമുക്കൊന്ന് ആർപ്പ് വിളിക്കണ്ടേ? ആർപ്പോ സജീവമാണ് ഓണം വന്നു പുനലൂര്. ശരി മനോജ്, അപ്പൊ എന്തായാലും ചിത്തിര അടിപൊളിയായി എന്നുള്ളതാണ്. രാവിലെ ആ ഒരു ആംബിയൻസ് പ്രേക്ഷകരിലേക്ക് എത്തി എന്നുള്ളതാണ്. മനോജ് അപ്പുകുട്ടനാണ് പുനലൂരിൽ നിന്നും കുടുംബശ്രീ ചേച്ചിമാരുടെ വിശേഷങ്ങൾ, അപ്പോൾ അവിടുത്തെ ഓണം അവരുടെ തയ്യാറെടുപ്പുകളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചത്. നമ്മൾ ഇനി പോകുന്നത് ഓണം കാഴ്ചകളിലേക്ക് തന്നെയാണ്. ഈ മഴ ചതിച്ചെങ്കിലും പൂവിപണിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനത്തെ കർഷകർ. പ്രാദേശികമായുള്ള വിപണന സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തി പ്രതിസന്ധിയെ മറികടക്കാനാണ് ശ്രമം. കോട്ടയം ജില്ലയിൽ മാത്രം 250ഓളം ഏക്കറിലാണ് ഇത്തവണ പൂക്കൃഷിയുള്ളത്. ഓണം കണക്കാക്കിയുള്ള പൂക്കൃഷിയാണ് തകൃതിയെ നടക്കുന്നത്. ഇത് ഭരണങ്ങാനത്തെ കാഴ്ച. നിതിൻ സി വടക്കനും കുടുംബവും നടത്തിയ ആദ്യ കൃഷി പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഇത് ഇവിടെ വീട്ടിൽ എൻ്റെ മമ്മി എല്ലാ വാർത്താ ചാനലുകളിലെ കൃഷി പ്രോഗ്രാമുകളും ഒക്കെ സസൂക്ഷ്മം കാണാറും അതിനെക്കുറിച്ച് ഞങ്ങൾ വീട്ടിൽ സംസാരിക്കാറുമൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം ഈ സ്ഥലത്ത് മരച്ചീനി കപ്പ നടാനായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആലോചിച്ചിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ മമ്മിയുടെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം, ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പം എല്ലായിടത്തും പൂക്കളൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞ തവണ പലയിടത്തും കുടുംബശ്രീയുടെയൊക്കെ ആഭിമുഖ്യത്തിൽ പൂക്കൾ കൃഷി ചെയ്ത് നല്ല വിപണന സാധ്യതയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്കും അതിനെക്കുറിച്ച് അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. അവരുടെ ഭാഗത്തു നിന്നും വളരെ നല്ല സഹകരണം ഉണ്ടായി. പഞ്ചായത്തും കൃഷി വകുപ്പും കാര്യമായി സഹായിച്ചിട്ടുണ്ട് എന്ന് നിതിൻ പറയുന്നു. ഇടയ്ക്ക് മഴ പെയ്തതാണ് പ്രതിസന്ധി. പ്രാദേശികമായി വിപണി കണ്ടെത്തി നഷ്ടം വരാതിരിക്കാനുള്ള ശ്രമത്തിലാണ്. മാതാവ് മേഴ്സിയുടെ താല്പര്യപ്രകാരമാണ് പൂക്കൃഷിയും ഇടവിളയായി കൂർക്ക കൃഷിയും ചെയ്യുന്നത്. ഇത് ചാനലുകളിൽ കൂടെ കണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പൂക്ക കൃഷി ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ അത് ഇതിൻ്റെ കൂടെ പച്ചക്കറിയുണ്ട്. ഇതിൻ്റെ താഴെ വിളയായിട്ട് ഞങ്ങൾ കൂർക്ക നട്ടിട്ടുണ്ട്. പിന്നെ നേരത്തോട്ടെ കൃഷി ഉള്ള പാരമ്പര്യമാണ്. 250ഓളം ഏക്കർ സ്ഥലത്താണ് കുടുംബശ്രീ അടക്കം ജില്ലയിൽ ഇത്തവണ പൂക്കൃഷി നടത്തിയത്. പൂവിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടി ഉണ്ടാക്കി പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമവും കർഷകർ നടത്തുന്നുണ്ട്. ചിങ്ങത്തിൽ ആദ്യമേ നമുക്ക് തയ്യാറായ പൂക്കൾ ഇറുത്തെടുത്തിട്ട് അത് ഞാൻ ഉണങ്ങിക്കൊണ്ടിരിക്കുക. ഉണങ്ങിയ ശേഷം വേണം ഈ പൊടിക്കാനും മറ്റതിൻ്റെ പ്രോസസ്സിങ്ങിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇത് ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ടും നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊന്നും ഇത് ചെയ്യുന്നില്ലാത്തത് കൊണ്ടും ഇതെങ്ങനെയാണ് എന്ന് ചെയ്ത് തന്നെ അതിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും
അതിന് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധികൾ പരിഹരിച്ച് വരും വർഷം കൂടുതൽ ഊർജിതമായി കൃഷിയിൽ തുടരുമെന്ന് ഈ കർഷകർ പറയുന്നു. മഴ ചതിച്ചെങ്കിലും വലിയ ആവേശമാണ് ഇത്തവണ കോട്ടയത്തെ പൂക്കർഷകരിൽ കാണാൻ സാധിച്ചത്. ഇടവേളകളിലൂടെ നഷ്ടമുണ്ടായാൽ തന്നെ അതിന് മറികടക്കാനുള്ള ശ്രമവും ഇവർ നടത്തുകയാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ഇപ്പോൾ പൂക്കൃഷി അത് ഒരുപാട് കൃഷികൾ വരുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഓണം ലക്ഷ്യമിട്ട് ഒരുപാട് പേരാണ് ഈ പൂവിനെ ആശ്രയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ പാറയിൽ മണ്ണ് കൊണ്ടിട്ട് പൂക്കൃഷി നടത്തുന്ന കുറേ പേരൊക്കെ ഉണ്ട് പലയിടങ്ങളിലും. ഒന്നും വിളയില്ലാന്ന് കരുതുന്ന സ്ഥലത്താണ് പൂ കൃഷി നടത്തുന്നത്. അപ്പോൾ എന്തായാലും ഓണ വിപണി അവർക്ക് നല്ലതാവട്ടെ, നമുക്ക് ആശംസിക്കാം. നമുക്ക് ഇനി ഒരു ഗസ്റ്റ് ഉണ്ട്, അതിഥിയുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ തളർന്നിരിക്കുന്ന എല്ലാവർക്കും നല്ല പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു ഗസ്റ്റ്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇടവേള. ആരോപിക്കുകയാണ്. മോർണിംഗ് വൈബ്സിലേക്ക് നമ്മൾ വീണ്ടും എത്തുമ്പോൾ ആക്ച്വലി ഞാൻ ഈ യൂട്യൂബിലെ കമന്റ്സ് വായിക്കായിരുന്നു. സുനിമോൾ 6 നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, എപ്പോഴും നമ്മളോടൊപ്പം മോർണിംഗ് വൈബ്സിൽ ഉണ്ടാവും അല്ലേ? സുനിമോള് മറ്റു വാർത്തകളിലും പ്രതികരിച്ചിട്ടുണ്ട്. അതിനപ്പുറം കളിയോടൊക്കെ കടിച്ചു പൊട്ടിച്ച് തിന്നാനുള്ളതാണ്, ഓരോ സമയവും കടിച്ച് പൊട്ടിച്ച് കഴിക്കണം. ഓക്കെ, എന്ത് ഭംഗിയായാലും ഈ എല്ലാത്തിനും കഷ്ടപ്പാടുണ്ടെന്നാ പറയുന്നത്. കളിയോടൊക്കെ കഴിക്കുന്ന കാര്യമല്ല, അത് ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മള് ഭയങ്കര സന്തോഷം, ആ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടിയാലും. എന്തായാലും സുനിമോളെ, ഞാൻ ഈ കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു, ഞാൻ കഴിച്ചു നോക്കിയിട്ട് നമുക്ക് ഒരു ദിവസം പറയാം, സംസാരിക്കും. അപ്പൊ നമുക്കിനി അതിഥിയിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ചാർജ് ആവാൻ പോവാണ് നമ്മൾ. എന്താണ് എൽദോ? 74ാമത്തെ വയസ്സിൽ ബികോം ഒക്കെ ആലോചിച്ച് നോക്കിയേ. തങ്കമ്മേടത്തി ഇന്ന് ഓണം കളറാക്കാൻ നമ്മോടൊപ്പം അതിഥിയായി എത്തുകയാണ്. തങ്കമ്മേടത്തി കോതമംഗലത്തുള്ള വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് തങ്കമ്മേടത്തി പഠിക്കുന്നത്. തങ്കമ്മേടത്തി, വലിയ സന്തോഷം. ഗുഡ് മോർണിംഗ്, സ്വാഗതം. അടിപൊളി. യൂണിഫോമിലായി ഇരിക്കുന്ന കാണാൻ തന്നെ എന്തൊരു ചന്താണ്. എന്താ പറയാനുള്ള ഞങ്ങളോട്? എങ്ങനെയാണ് ഈ ഒരു ഊർജം, ഇത് എങ്ങനെ പഠിക്കണം എന്ന് തോന്നി ഈ വയസ്സില്? എന്റെ വീട് എലഞ്ഞിയിലാണ്. ഊർജം പഠിക്കണം എന്ന് തോന്നി. അപ്പൊ ഞാൻ പഠിച്ചു, 10ാം ക്ലാസ് പഠിച്ചു. പിന്നെ ഇത് +2 പാസ്സായി. അപ്പൊ എനിക്ക് പിന്നെ ഡിഗ്രിക്ക് പോണം തോന്നി. അപ്പം ഒക്കെയും നല്ലത് നമ്മുടെ വീടിന്റെ വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണെന്ന് തോന്നി. അപ്പൊ എന്റെ മക്കളും അടുത്തുള്ളവരും പറഞ്ഞു, അമ്മ കൊച്ചമ്മയെന്ന് വിളിച്ചോ, കൊച്ചമ്മ ഈ കോളേജിൽ ചേർന്നോ, കൊച്ചമ്മയുടെ വീടിന്റെ അടുത്തല്ലേ. അപ്പൊ അടുത്തുള്ള ഒരു പയ്യനും കൂടെ കൂടിയാണ് ഇതിന് നമുക്കിത് സംഘടിപ്പിച്ചു തന്നെ. അപ്പൊ സാറന്മാരൊക്കെ വന്ന് കണ്ടപ്പോ അവര് ഇവിടെ വന്നപ്പോ എനിക്കും ഇഷ്ടപ്പെട്ടു ഈ കോളേജ്. സയൻസ് ആൻഡ് ആർട്സ് കോളേജ് എന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒത്തിരി പരിപാടികളൊക്കെ കാണുമെങ്കിൽ അവതരിപ്പിക്കാനും കുറച്ചൊക്കെ ചെയ്യാനും അവരുടെ കൂട്ടത്തിൽ നമുക്ക് കളിക്കാനും ഒക്കെ പറ്റിയുള്ള കൊച്ചു പിള്ളേരുടെ കൂട്ടത്തിൽ ഓർത്ത് എനിക്ക് സന്തോഷമായി. അപ്പൊ അതൊപ്പം ഇത് കളി മാത്രമല്ല കേട്ടോ, അതിനൊപ്പം എനിക്ക് ഡിഗ്രി പാസ്സാകണം. 4 വർഷം കൊണ്ട് എന്റെ നാട്ടുകാരെ ഈ കോളേജിനും ഇത് അഭിമാനമായിട്ട് പഠിക്കണം എന്നാണ് എന്റെ താല്പര്യം. ഉറപ്പായിട്ടും തങ്കമ്മേടത്തി ഗംഭീരമായിട്ട് പാസ്സാവും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ കൂട്ടുകാരെന്താണ് വിശേഷിപ്പിക്കുന്നത്? കൂട്ടുകാരോടെ എങ്ങനെയാ തങ്കമ്മേടത്തിനെ വിളിക്കുന്നത്? അവരെന്താ വിളിക്കുക? ഈ അവരോട് എങ്ങനെയാ ഈ സെയിം ബൈബിൾ തന്നെ സംസാരിക്കുവോ? തങ്കൂസെന്ന് വിളിക്കും, സാർമാരെല്ലാം തങ്കമ്മ ചേട്ടത്തിന്ന് വിളിക്കും, അമ്മച്ചിന്ന് വിളിക്കും, തങ്കൂസെന്ന് വിളിക്കും. ഇന്നലെ ഈ ടിവിയിലെ ഇന്നലത്തെ പരിപാടി കണ്ടിട്ട് ഞങ്ങളെ എക്കണോമിക്സ് പഠിച്ച ടീച്ചറിന്റെ കമന്റ് ഇട്ടാക്കണ, തങ്കൂസ നീ സൂപ്പറാടാ. അത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ, തങ്കൂസ നീ സൂപ്പറാടാ അല്ലേ? അത്രയും പോസിറ്റിവിറ്റി ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളെ നാട്ടുകാരാട്ടോ. ഞാനും ഈ ഇലഞ്ഞി അടുത്ത് തന്നെയാ. ഞാൻ കോലഞ്ചേരിയാണ്. നമ്മൾ നാട്ടുകാർ ഭയങ്കര പോസിറ്റീവ് ആണ്. കോലഞ്ചേരിയില ഞങ്ങള് വിസിറ്റിന് വന്നത്. സെന്റ് പീറ്റേഴ്സ് കോളേജിലാണോ? അതേന്ന് തോന്നുന്നു. ആ പള്ളിയുടെ നേരെ എതിർവശത്തുള്ള അത് തന്നെ സെന്റ് പീറ്റേഴ്സ്. ഈ പഠിക്കാനൊക്കെ സമയം എപ്പോഴാണ് പഠിക്കുന്നത്? വീട്ടിൽ പോയിട്ട് ഇരുന്ന് രാത്രിയിലാണോ അതോ രാവിലെ എഴുന്നേറ്റിരുന്നാണോ? വൈകുന്നേരം പഠിക്കും, രാവിലെ എഴുന്നേറ്റ് പഠിക്കും.
വൈകുന്നേരം പണി അത്താഴമൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ ആരും ശല്യം ചെയ്യാനില്ല, പഠിക്കും. ഓക്കെ. തങ്കവേച്ചി, ഞാനേ ഒന്ന് ആ ചേച്ചീന്റെ ആ കോളേജിലൊക്കെ ഇങ്ങനെ പോയി നടക്കുന്ന വിഷ്വൽ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം പുറത്തു വിട്ടു. അങ്ങനെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതൊന്ന് ഞങ്ങൾ കാണിക്കട്ടെ. മരണം വരെ 80 എൻ്റെ മനസ്സിലുണ്ട്. എന്നാലല്ലേ നമുക്ക് പാസ് മാർക്കിന് ജയിച്ചു പോകുള്ളൂ. ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ 36 വർഷത്തെ അധ്യാപനം കഴിഞ്ഞത് ആദ്യമായിട്ടാണ്. എന്റെ തങ്കമ്മേടത്തി ഫ്രണ്ട് ബെഞ്ചിലാണല്ലോ, പഠിപ്പിസ്റ്റാണോ? അതെ അതെ, പഠിക്കണം. അതെ, നമ്മള് പറയത്തില്ല എപ്പോഴും ഈ ഉഴപ്പുന്നവരാണ് പുറകിൽ പോയിരിക്കുന്നത്. ഞങ്ങളൊക്കെ ബാക്ക് ബെഞ്ചേഴ്സ് ബാക്കിലായിരുന്നു ഇരിക്കുന്നത്. തങ്കമ്മേടത്തി ഏറ്റവും മുന്നേ പോയിരിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ എനിക്ക് 74% മാർക്ക്. അടിപൊളി, ഞങ്ങൾ കൈയടിക്കുന്നുണ്ട് കേട്ടോ. +2-ന് 78% മാർക്ക്. +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നല്ലേ? എന്താ അതെടുക്കാൻ കാര്യം? പക്ഷെ അത് ലാസ്റ്റ് എനിക്ക് വയ്യാതെ വന്നല്ല, ഇച്ചിരി മാർക്ക് എക്കണോമിക്സിനും പൊളിറ്റിക്സിനും ഒക്കെ ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയി. 78% മാർക്ക് കിട്ടിയിട്ട് കുറഞ്ഞു പോയി ഗംഭീര മാർക്കാണത്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഒപ്പം ഇരിക്കുന്ന ആരൊക്കെയാണ്? സാർമാരാണോ? അവരൊന്നും കൂടി പരിചയപ്പെടുത്തിക്കേ. അതെ, ഒന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ. രാജു സാർ, ഗുഡ് മോർണിംഗ്. അവർക്ക് ഇപ്പറ PR ഷാജി. ഹലോ സാർ, നമസ്കാരം. അപ്പൊ നിങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ ഒരു പിന്തുണ എങ്ങനെയാണ് അമ്മേ? അയ്യോ, അവർ ഇന്നലെ ഇവിടെ വന്നിട്ട് ഞാൻ പറയുക ചെയ്ത എങ്ങനെ ഇവിടെ കൊണ്ടു നടന്ന് പറയാൻ പറ്റത്തില്ല. അവര് അമ്മയായിട്ടാണോ സ്റ്റുഡന്റ് ആയിട്ടാണോ സഹോദരിയായിട്ടാണോ എനിക്കറിയാൻ പാടില്ല. എന്താ ഇവരുടെയൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്നോടുള്ള എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അത് ഞാൻ പ്രിൻസിപ്പൽ സാറിനോട് കാര്യം ചോദിക്കട്ടെ, അധികമായില്ലെങ്കിൽ പോലും സാർ എങ്ങനെയുണ്ട്? നല്ല സ്റ്റുഡന്റ് ആണോ? ചെവി പിടിക്കേണ്ടി വരുമോ? ഞങ്ങള് ഈ തങ്കമ്മ ചേട്ടത്തിയെ കാണാൻ ആദ്യം പോകുമ്പോ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും സ്റ്റുഡന്റ് ആയിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് കണ്ടേക്കാം എന്ന് പോയി കണ്ടപ്പോഴത്തേക്ക് ഇംഗ്ലീഷൊക്കെ പറയുന്നതില്ല, ആറ്റിറ്റ്യൂഡ് ഒക്കെ പറയുന്നത് അത്ര ഷാർപ്പാണ്. കുട്ടികളോട് പറഞ്ഞു നിങ്ങളും ഞാൻ ഒരു മത്സരം വയ്ക്കാൻ പോവാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ എന്തോ ഒന്ന് കേട്ടല്ലോ തങ്കമ്മേടത്തി, മരുമോളുമായിട്ടൊക്കെ എന്തൊക്കെയോ ഒരു മത്സരം നടന്നു എന്നൊക്കെ. അതെന്താ സംഭവം? അത് മത്സരമല്ല, ഞാൻ 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാണ് മോള് 10 എഴുതിയത്. ഞാൻ 10ാം ക്ലാസ് പഠിച്ചത് മേൽസ്ഥാനത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ പിന്നെ പ്രായം അധികമായപ്പോ എനിക്ക് സ്ഥാനം കിട്ടിയില്ല. അത് പിന്നെ വേണ്ടാന്ന് വെച്ചിരുന്നപ്പോഴാണ് എന്റെ മോള് 10ാം ക്ലാസ് പഠിച്ചത്. അപ്പൊ അവൾ പഠിച്ച ഉടനെ പ്രീ ഡിഗ്രി അല്ല +2-ന് ചേർന്നു. +2-ന് ചേർന്ന് കഴിഞ്ഞപ്പോ എനിക്കൊരു വാശി തോന്നി, ഞാൻ പഠിച്ചപ്പോഴാണല്ലോ ഇവള് 10 പഠിച്ചു, എന്നാ ഇവള് +2 പഠിക്കുമ്പം എനിക്ക് അതിലും ഇച്ചിരി ഉയർന്ന മാർക്കോടെ ജയിക്കണം എന്നോർത്തോണ്ടാണ് ഞാനത് പോയത്. അറിഞ്ഞില്ല. എന്നാലും അവളിലും അതൊക്കെ മേലെ ഞാൻ പോയി. അടിപൊളി, അതൊക്കെ മേലെ. ഈ യൂണിഫോം കിട്ടുന്ന ഇവിടെ നിന്നല്ലേ? നമ്മള് 10ലും +2-ലും ഒന്നും യൂണിഫോം ഇല്ലായിരുന്നല്ലോ. ശബ്ദത്തിന് എന്തോ പ്രശ്നം? ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ശബ്ദം മ്യൂട്ടായി പോയോ സാർ? മ്യൂട്ടായി പോയതല്ല. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ, കേൾക്കാമോ? ഞങ്ങൾ ചോദിച്ചത് കേട്ടായിരുന്നോ? തങ്കമ്മേടത്തിക്ക് ഇങ്ങനൊരു അവസരം വന്നപ്പോഴേ അതിന് സാർ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്.
എഞ്ചിനീയറിംഗ് കോളേജും ഉണ്ട്. അപ്പൊ കേട്ടപാടെ പറഞ്ഞു നമ്മുടെ അടുത്തുള്ള ആണല്ലേ, നിങ്ങൾ പോയി കാണാൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഫീസ് എല്ലാം പൂർണ്ണമായിട്ടും അത് കഴിഞ്ഞ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയെ സമീപിച്ചു. കാരണം ഇത് റെഗുലർ കോളേജ് ആവുമ്പോഴത്തേക്ക് ഇത് കോമൺ അഡ്മിഷൻ പ്രോസസ് വഴിയാണ് ഞങ്ങൾ അഡ്മിഷൻ കൊടുത്തത്. യൂണിവേഴ്സിറ്റിയുടെ വഴിയാണ്. അവിടെ ചെന്നപ്പോഴേ തങ്കമേട്ടത്തിയുടെ വയസ്സ് എൻ്റർ ചെയ്യാൻ പറ്റും, 74 വയസ്സ് എൻ്റർ ചെയ്യാൻ പറ്റും. ഉടൻ തന്നെ യൂണിവേഴ്സിറ്റി അതിന് ബന്ധപ്പെട്ടു. രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻ്റാണ്. റൈറ്റ്. എനിക്കൊന്ന് ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ എന്തെങ്കിലും ഡെഫിനിഷനോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ പിള്ളേർക്കൊരു പ്രചോദനം ആകാൻ വേണ്ടിട്ട് ഒന്ന് പറയുമോന്ന്. കാണാപ്പാടം വല്ലതും പഠിച്ച സാധനം ഉണ്ടോ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? പണ്ട് പഠിച്ച് എക്കണോമിക്സിലെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? മലയാളത്തിലെ പറയാൻ പറ്റുമോ? മലയാളത്തിലെ പറയാം. ഓ പറഞ്ഞോളൂ. ഞാൻ പ്ലസ് ടുവിന് പഠിച്ചപ്പോഴ് മലയാളത്തിലെ സാറ് ഞങ്ങളെ ഓരോ പാഠം പഠിപ്പിക്കുന്ന സാറത് ഓരോ കഥയായിട്ടായിരുന്നു പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യത്തെ പാഠം മലയാളം പാട്ട് നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തെ പറ്റിയായിരുന്നു. അതിപ്പോ എല്ലാവർക്കും അറിയാം. പിന്നെ രണ്ടാമത്തെ കഥയായിട്ട് വന്നത് വെള്ളപ്പൊക്കത്തിൽ എന്നുള്ളതായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ കഥ വായിച്ച് സാർ പറഞ്ഞപ്പോ ഓരോന്നും പറഞ്ഞു തന്നെ അന്നത്തെ ആ കഥയിലുള്ള ചില വാക്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലായിരുന്നു. വെള്ളപ്പൊക്കം വന്നു, എല്ലാവരും കേറിപ്പോയി. പക്ഷെ ഒരു പട്ടിയും ചേന്തം പറയേണ്ട കഥയായിരുന്നു. ചേന്തം പറ വള്ളമില്ല, അപ്പൊ ഈ തട്ടും പരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇന്നത്തെ ഈ സാർമാർക്ക് പോലും അറിഞ്ഞെന്ന് വരും. പക്ഷെ ഇന്ത്യയൊക്കെ ചെറുപ്പത്തില് ഞങ്ങളുടെയൊക്കെ ജീവിതത്തില് അന്ന് തട്ടും പരനും ഒക്കെ ഉണ്ട്. അപ്പൊ സാറ് പറഞ്ഞപ്പോഴും സാറിനൊക്കെ എന്നെ വലിയ കാര്യം. സാറ് പറഞ്ഞു ആ ചേച്ചിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ തട്ടും പരണം എന്നൊക്കെ എന്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ. ഇന്നത്തെ പോലെ മച്ച അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഒരു രീതിയില് അങ്ങനെയൊക്കെ പല അനുഭവങ്ങൾ പഴയ കാലങ്ങളൊക്കെ പറയുമ്പോ ഞാൻ എന്നോട് പറയുന്ന ചേർത്തേക്ക് അറിയാം. അതുപോലെ പൊളിറ്റിക്സ് പഠിപ്പിക്കണ സാറും പറയും, കഴിഞ്ഞ ഇത് പറയുമ്പം പറയും ആ ചേർത്തേക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്ന് പറയും. അങ്ങനെയൊക്കെ ഒരു കഴിഞ്ഞ കാലങ്ങളൊക്കെ എന്റെ മനസ്സിൽ ചിലത് പഠിച്ചതൊക്കെ കിടപ്പുണ്ട്. അപ്പൊ അതൊക്കെ പറയുമ്പോഴൊക്കെ ഒരു സന്തോഷമല്ലേ. അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ചേർത്തിക്ക് അറിയാം അല്ലെ തനിക്കറിയാന്നൊക്കെ സാർമാര് പറയുമ്പോ ഇനി എക്കണോമിക്സ് കണക്കും ഇംഗ്ലീഷും നമ്മൾ കണക്കിന് കണക്കാന്നാണോ പറഞ്ഞേ? കണക്കാ. ഞാനും തരുവാണെങ്കിൽ കണക്ക് നോക്കിയാൽ പിന്നെ എങ്ങനെയാ കണക്ക് കണക്ക് പഠിപ്പിച്ച മാഷെ കുറിച്ച് പറഞ്ഞേ? കണക്ക് പഠിപ്പിച്ച അമ്പിളി ടീച്ചർ ആയിരുന്നു ഞങ്ങളെ എക്കണോമിക്സ് പഠിപ്പിച്ചത്. എക്കണോമിക്സ് പഠിപ്പിച്ച ടീച്ചർ നല്ലവണ്ണം രാത്രി ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുത്ത് പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ അന്നേരം എന്നോട് ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ ചേർന്നപ്പോ എന്നോട് പറഞ്ഞത് ബികോമാന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു തങ്കുച്ച കണക്കിന്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നരാടൻ ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്ത് തങ്കുച്ചിന് തരാമെന്നാ പറഞ്ഞത്. അത്രയും ടീച്ചറിന്റെ കയ്യിൽ നിൽക്കുന്നു. സാറെന്തോ പറയാൻ വന്നിരുന്നു ഇടയ്ക്ക്. എന്തോ സാറ് പറയൂ. സാറെന്തോ പറയാൻ വന്നിരുന്നു. ഞങ്ങള് 2 വട്ടം തങ്ങളുടെ വീട്ടിൽ പോയി. പക്ഷേ ആദ്യം ഞങ്ങളെ പോയത്. രണ്ടാമത് ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സീനിയർ പ്രൊഫസർ വർഷം ജോസ് സാറ് ചെന്നു കണ്ടു. അപ്പോഴേ പറഞ്ഞു വിളിച്ചോ ഞാൻ പഠിപ്പിച്ചോളാം, ഒന്നും പേടിക്കണ്ട, ഞാൻ ഞങ്ങള് ചേട്ടത്തെ കൊണ്ടുവന്നു. സാറ് പൂർണ്ണമായിട്ടും ചേട്ടത്തെ പഠിപ്പിച്ച് പാസ്സാക്കിയിട്ട് തീരുമാനം എടുത്തിരിക്കുക. ഞങ്ങൾക്ക് കുറെ സീരിയസ്. പിന്നല്ല ഞാൻ നേരത്തെ ചോദിച്ചതേ യൂണിഫോം ഇടുന്നത് ഇപ്പൊ ആദ്യമല്ലേ? യൂണിഫോം 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഞങ്ങൾക്ക് പാവാടയും പച്ച പാവാടയും വെള്ള ബ്ലൗസും ഹാഫ് സാരി ആയിരുന്നു. അങ്ങനത്തെ യൂണിഫോം. ഇങ്ങനത്തെ എന്നിട്ട് ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട്? പിന്നെ ഡിഫൻസിന്റെ ഉണ്ട്. ഡിഫൻസിന്റെ ഒരു അംഗമാണ്. അതിന്റെ പാന്റും ആ ബെനിയും ഉണ്ട്. ആ തൊപ്പിയും ബാഡ്ജും ഒക്കെ ഉണ്ട്. ഈ ID കാർഡൊക്കെ ഇടാൻ മറക്കോ ഇങ്ങോട്ട് വരുമ്പോ? എന്തോ ID കാർഡൊക്കെ കഴുത്തിലിട്ടിരിക്കുന്ന ID കാർഡൊക്കെ എടുക്കാൻ മറക്കാറുണ്ടോ കോളേജിൽ പോകുമ്പോ? ഇല്ലില്ല.
മറന്നാ പറ്റുവാ? ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ആരാ ഈ കൊച്ചുകുട്ടികളൊക്കെ ചോദിക്കില്ലേ ആരാ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിക്കുന്നത്? അതെ, ആരാ ആരാ best തങ്കൂസിന്റെ friend? ബെസ്റ്റ് ഫ്രണ്ട്? എല്ലാം ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ തൊഴിലുറപ്പിലെ ആൾക്കാരെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ ഓക്കെ ഗംഗ ഗംഗയാണല്ലേ? ഗംഗ, ഓക്കെ ഓക്കെ. അപ്പൊ ഗംഗയുടെ കൂടി ഉത്തരവാദിത്തമാണ് കേട്ടോ തങ്കൂസിനെ. ഓണത്തിന് എന്താ പരിപാടി? ഓണത്തിന് കോളേജിൽ പ്രോഗ്രാം വല്ലതും ഉണ്ടോ? വന്നതല്ലേ ഉള്ളൂ, കണ്ടിരിക്ക. അടുത്ത ഓണത്തിന് അടിപ്പിച്ച് പൊളിക്കാം. പിന്നല്ല. അപ്പൊ അടിച്ചു പൊളിക്കും. അടുത്ത ഓണത്തിനേക്ക് വേണ്ട, ഈ ഓണം തന്നെ നമുക്ക് അടിച്ചു പൊളിക്കാം. ഞങ്ങക്ക് ഭയങ്കര പോസിറ്റീവായി, ഭയങ്കര സന്തോഷം. എന്താണ് പിള്ളേരൊക്കെ എന്തെങ്കിലും എന്നെ പ്രാക്ടീസ് ചെയ്യിച്ച കളിക്കും. അതിനൊന്നും ഒരു അതൊക്കെ നമ്മൾ തങ്കമ്മ ചേച്ചി ഇത്രയും പെട്ടെന്ന് ഇത്രയും കേറി വന്നില്ലേ? പിന്നെയല്ല, അതപ്പോ എന്തായാലും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് പോട്ടെ. വീട്ടില് ഗംഭീര സപ്പോർട്ടാണല്ലോ അല്ലെ ഈ പഠിക്കുന്ന കാര്യത്തിലൊക്കെ? അതെ, ഓണാഘോഷമുണ്ട്, 1 തീയതിയാ ആഘോഷം ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഓണത്തിനൊക്കെ ആഘോഷിക്കുക, ഗംഭീരമാക്കുക. അപ്പോ തങ്കമ്മേച്ചി ഞങ്ങൾ ഇനി വീണ്ടും ഒന്നുകൂടി കാണുന്നുണ്ട്. അതെ പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഓണത്തിന്റെ അന്ന് ഈ തങ്കമ്മ ചേച്ചി അടിച്ചു പൊളിക്കുന്ന വിഷ്വൽസ് ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരും, ഞങ്ങൾ കാണിക്കാം പ്രേക്ഷകരെ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് തങ്കമ്മേച്ചി. സ്പെഷ്യൽ ഓണം ചേച്ചിക്ക്. സ്പെഷ്യൽ ഓണം. താങ്ക് യു താങ്ക് യു. ഹാപ്പി ഓണം. ബൈ. എങ്ങനെയുണ്ടല്ലോ? ചാർജ് ആയില്ലേ? നമ്മള് വന്ന സമയത്തുള്ള പോലെയല്ല, നമുക്ക് തന്നെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു നിമിഷമായിരുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും കേട്ടോ. കുറെ പേർക്കുള്ള ഒരു ഉദാഹരണം എന്നൊക്കെ പറയാം, മാതൃക എന്നൊക്കെ പറയാം. നമ്മൾ ചിലരെടുത്ത് ആശംസ ഹാപ്പി ആണെന്നൊക്കെ പറയില്ല, പക്ഷെ ഇതല്ല, നമ്മുടെ ഹൃദയത്തിൽ അതെ, സത്യം മനസ്സിന്ന് പറയുമായിരുന്നു. അത്രയും പോസിറ്റീവായി. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി പോവാം. അതെ, കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ അത് പൂർത്തിയായി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ക്ഷേത്ര പ്രദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഗണേശോത്സവം നടക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്നും എസ് വിനീഷിന്റെ റിപ്പോർട്ടിലേക്ക്. വിഘ്നങ്ങൾ അകറ്റുന്ന ഗണപതി ഭഗവാൻ ഭൂമിയിലെ ഭക്തർക്ക് ദർശനം നൽകുന്ന ദിവസമാണ് വിനായക ചതുർത്ഥി. സെപ്റ്റംബർ 7 വിനായക ചതുർത്ഥി ദിനം. വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് അല്ലേ? വലിയ ആഘോഷങ്ങളല്ലേ? തീർച്ചയായും. എന്തൊക്കെയാണ് ഒരുക്കങ്ങളൊക്കെ? കഴിഞ്ഞ 3 വർഷമായി ഈ സ്വാഗത സംഘത്തിന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക എസ് അജിത് കുമാറാണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ചെലവിലാണ് ഈ 3 വർഷം, ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലും ഈ വർഷവും ഇതിന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പ്രശാന്ത് IAS, കളക്ടർ ബ്രോ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി VK ചന്ദ്രൻ അവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ സിനിമാ താരങ്ങളായ അഭിലാഷ് പിള്ള, SR രമേശ്, മുനിസിപ്പൽ ചെയർമാൻ, ചലച്ചിത്ര താരങ്ങളായ ഭാമ, അതിഥി രവി, ഭാവനന്ദ തുടങ്ങിയ സിനിമാ താരങ്ങളും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ആളുകൾ ഇതിൻ്റെ അകത്ത് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. കൊട്ടാരക്കര പടിഞ്ഞാറ്റങ്കര ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ വലം വെച്ച് കൊട്ടാരക്കര പടിഞ്ഞാറ്റങ്കര പ്രദേശങ്ങളിലൂടെ കടന്നു വന്ന് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ആനകളെ ഗണപതിയുടെ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ദേവസ്വം ബോർഡ് ബഹുമാന്യനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് അവർ അതിൻ്റെ ചോറ് നൽകി അതിൻ്റെ ദ്രവ്യം നൽകി അതിന് പ്രസാദ ഊട്ട്, ഗജകൂട്ട് നടത്തപ്പെടുകയാണ്. അതിന് ദേവസ്വം ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് അജികുമാർ, G സുന്ദരേശൻ എന്നിവർ അതിൽ പങ്കെടുക്കുന്നു. അത് കഴിഞ്ഞ് മാതൃസമ്മേളനം, അത് കഴിഞ്ഞ് കളഭാഭിഷേകം കഴിഞ്ഞ് ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും മുഴുവൻ ഭക്തജനങ്ങൾക്കും വരുന്ന ഒരാൾ പോലും ഭക്ഷണം കഴിക്കാതെ പോകരുത് എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ ഇവിടെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദം, അന്നദാനം ഇവിടെ കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് പടിഞ്ഞാറ്റങ്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തന്നെയാണ് ഗജഘോഷയാത്ര ആരംഭിക്കുന്നത്. പടിഞ്ഞാറ്റങ്കര 50-ൽ പരം മേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഗജവീരന്മാരെ പടിഞ്ഞാറ്റങ്കര ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആനയിച്ച് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ വഴി ശ്രീ മഹാഗണപതി ക്ഷേത്ര കച്ചേരിമുക്ക്, ചന്തമുക്ക്, പുലമൺ ചുറ്റി തിരിച്ച്
കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ മഹാദീപാരാധന നടക്കുന്ന ഗജഘോഷയാത്ര. അതിനോടനുബന്ധിച്ച് വേറൊരു പ്രത്യേക ചടങ്ങ്, ഈ നാടിന് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു ചടങ്ങാണ് പടിഞ്ഞാറ്റങ്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നാലമ്പലത്തിന് ശിവേലിപ്പാതയിൽ നടപ്പന്തൽ ഏതാണ്ട് 30 ലക്ഷം രൂപയോളം ചെലവിൽ നിർമ്മിച്ച നടപ്പന്തലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം വൈകിട്ട് 5 മണിക്ക് ഗജഘോഷയാത്ര ആരംഭിക്കുന്ന സമയം തന്നെ നടപ്പന്തലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ ജി സുന്ദരേശൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. വിപുലമായ ആഘോഷ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എസ് സുനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. അതാണ് കൊട്ടാരക്കരയിൽ നിന്നുള്ള വിശേഷം. നമ്മളിനി ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ ഗുരുവായൂരിൽ നാളെ 300-ലധികം കല്യാണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. രാജു ഗുരുവായൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാജു, ഗുഡ് മോർണിംഗ്. 300 ഏറെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ തോതിൽ നടക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഓണസമയത്ത് ഗുരുവായൂരിൽ പതിവ് കാഴ്ചയാണെങ്കിൽ പോലും അതെ കല്യാണ കാലമാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പല നടയിൽ 300-ലേറെ കല്യാണം നടക്കുന്നു. അതിന്റെ എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവിടെ ഉള്ളത്? എൽദോ, ഗുരുവായൂരില് റെക്കോർഡ് വിവാഹം 276 ആയിരുന്നു ഇതുവരെ. അതേസമയം നാളെ നടക്കാൻ പോകുന്നത് 400ഓളം വിവാഹങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ വളരെയധികം ഗതാഗത കുരുക്കുണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവായൂർ MLA NK അക്ബറിന്റെ നേതൃത്വത്തിൽ ACP, SHO തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയ തീരുമാനത്തിലാണ് ഈ തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്. ഇത് വാഹനങ്ങളിൽ എത്തുന്നവർ കർശനമായി പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുന്നംകുളത്ത് നിന്നും ചാവക്കാട് നിന്നും വരുന്ന ബസ്സുകളും വാഹനങ്ങളും മമ്മിയൂർ വഴി ഔട്ടർ റിംഗ് റോഡിലെത്തി പടിഞ്ഞാറൻ നടയിലെ മായ ബസ് സ്റ്റാൻഡിൽ നിർബന്ധമായി എത്തിച്ചേരേണ്ടത്. സർവീസ് കഴിഞ്ഞ ബസ്സുകൾ അവിടെ നിന്നും മുതട്ടൂർ വഴി കുന്നംകുളത്തേക്കും ചാവക്കാട് ഭാഗങ്ങളിലേക്കും തിരിച്ചു പോകേണ്ടതാണ്. രണ്ടാമതായി പറയുന്നത് ഗുരുവായൂരിലെ ഇന്നർ റിംഗ് റോഡിലും ഔട്ടർ റിംഗ് റോഡിലും ഓട്ടോറിക്ഷ, 2 വീലർ തുടങ്ങി മറ്റു വാഹനങ്ങൾ ഒന്നും തന്നെ അനധികൃതമായി പാർക്കിങ്ങോ സർവീസോ അനുവദിക്കില്ല. അരിച്ചെത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. ശരി രാജു, അപ്പോ 300-ൽ ഏറെ കല്യാണങ്ങൾ 400 നടത്തുന്ന പറയുമ്പോ ആ 400-ൽ ഒരെണ്ണം നമ്മുടെ ചെക്കനാണ്. അരുൺ എന്നോ ഞങ്ങളുടെ ക്യാമറമാനാണ്. അരുണും നിത്യയും നാളെ വിവാഹിതരാവുകയാണ് ഗുരുവായൂർ. നമുക്ക് അവർക്ക് എല്ലാ ആശംസയും അഡ്വാൻസ് ആയിട്ട് എല്ലാവിധ ആശംസകളും. അപ്പൊ പെട്ടെന്ന് ആ കല്യാണം അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് അവർക്ക് ഒന്നുകൂടിയൊക്കെ നാളെ ആശംസകൾ ഒന്നുകൂടെ നേരണം. എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഒരു ആശംസ നേരുകയാണ്. എല്ലാ ആശംസകളും അരുൺ ആൻഡ് നിത്യ. നമ്മളിനി സ്പെഷ്യൽ ഡേയിലേക്ക് പോവാണ്. അതെ, നമ്മൾക്ക് പ്രത്യേകമായിട്ട് എനിക്ക് ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. രജീഷ് കെ, കണ്ണൂർ ഊരത്തൂർ സ്വദേശിയാണ്. GST ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുകയാണ് രജീഷ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ രജീഷ്. ഒരാളുടെ കൂടി ബർത്ത്ഡേ ഇന്നുണ്ട്. ഇവാനിയ മോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഇവാനിയ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഇവാനിയ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ബർത്ത്ഡേ. എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത്? ടി വി നോക്കണ്ട, ഇവിടെ നോക്ക്, ഞങ്ങളെ നോക്ക്. ടിവിയിൽ ശ്രദ്ധിക്കണ്ട കേട്ടോ. ആ, ഇത് എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 3ാം ക്ലാസ്. ഏത് സ്കൂളിലാ? ഇസബെല. ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ലാണ്ടായി പോയല്ലോ. എങ്ങനെ കൂട്ടുകാർക്ക് മിഠായി കൊടുക്കും? യൂണിഫോമിലാണോ? തിങ്കളാഴ്ച കൊടുക്കും. തിങ്കളാഴ്ച കൊടുക്കും. കരുതി വെച്ചേക്കാണല്ലേ. പുതിയ ഉടുപ്പൊക്കെ ഇട്ടാണോ പോണേ തിങ്കളാഴ്ച? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കൊച്ചിനെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ടിവിയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ മോളെ? അയ്യടാ, ഇവാനിയുടെ ഫോട്ടോയാണല്ലോ ഇത്. ഇവാനിയായിരുന്നപ്പോ ഉള്ള ഫോട്ടോ, നല്ല ഫോട്ടോ. അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ. എന്താണ് പറയാനുള്ള? ആരാണ് ഉടുപ്പ് മേടിച്ചതെന്ന്? അച്ഛനാണോ അമ്മയാണോ? അമ്മയാണോ? ആരൊക്കെ വീട്ടിലുള്ളത്? അമ്മയും അപ്പനും അനിയത്തിയും ചേച്ചിയും. ചേച്ചിയൊക്കെ ഒരാൾ എത്തി നോക്കിട്ട് പോയല്ലോ അവിടെ. അവരെയും വിളിച്ചേ. അതാരാ വന്ന് എത്തി നോക്കിട്ട് പോയത്? അനീനാണോ? അനിയത്തിയാണോ? ആരാ അത്? ഇവാനിയ ചേച്ചിയാണോ? പേര് പറയോ അവരുടെയും കൂടി? ഏഞ്ചലും പിന്നെയോ? ഏവ. ഏഞ്ചല്, ഇവാനിയ, ഏവ. നല്ല പേരാ 3 പേരുടെ.
ഒന്ന് ചിരിച്ചേ, ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കാതെ ഒന്ന് ചിരിച്ചേ നോക്കട്ടെ, നല്ല ചിരിയാണോ എന്ന്. ഈ ചേച്ചിയെ കണ്ടിട്ടാണോ? ഓക്കെ, നല്ല ചിരിയാണ് കേട്ടോ. അപ്പൊ എപ്പോഴും ചിരിച്ചിരിക്കും, ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മളിത് എല്ലാരും കാണിക്കണം കേട്ടോ, സ്കൂളിലെ എല്ലാരും. ഞങ്ങൾ ന്യൂസ് 18 ഒപ്പം ആയിരുന്നു എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കാണിക്കണേ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. പായസമൊക്കെ കുടിച്ച് കേക്ക് കട്ട് ചെയ്ത് പുത്തനുടുപ്പൊക്കെ ഇട്ട് അടിച്ചു പൊളിക്കാം ഇന്നത്തെ ബർത്ത്ഡേ കേട്ടോ. ബൈ. താങ്ക് യു. അപ്പോൾ ഇവാനിയാണ് നമ്മോടൊപ്പം ചേർന്ന്. ഇതുപോലെ സ്പെഷ്യൽ ഡേ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മോടൊപ്പം പങ്കുചേരാം. നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി. വാട്സപ്പ് നമ്പർ 9346975748 ആണ്. അത് സ്പെഷ്യൽ ഫോർമാറ്റ് ഉണ്ട്. സ്പെഷ്യൽ ഡേ നെയിം, ഫോൺ നമ്പർ, ഡേറ്റ് അതുൾപ്പെടെ ചേർത്ത് വേണം അയക്കാൻ. അത് പെരുന്നാൾ തന്നെ വേണമെന്നില്ല, വിവാഹ വാർഷികമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സർപ്രൈസ് ചെയ്യണോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഞങ്ങളുമായിട്ട് ഈ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മുടെ മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ വളരെ പെട്ടെന്ന് പോയി. നല്ല പോസിറ്റീവായിട്ട് ഞങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ചിത്രയാണ്, ഓണമിങ് എത്തി. അപ്പൊ നമുക്ക് ഓണം അടിച്ചു പൊളിക്കാം, ഒപ്പം വയനാടിനെ ചേർത്ത് പിടിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.